ക്യാമറ ഓൺ ചെയ്തോളൂ. പനിയാണ് മാം. ഓ ഇവിടെ പനിയായിരുന്നു. വൈറൽ ഫീവർ ആയിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടല്ലേ? ഓ ഇവിടെ ചൂടില് വയർത്തിലുള്ള പനിയാ, അവിടെ തണുപ്പില് കൂടിയിട്ടുള്ള പനി. എബ്രോഡ് ആണോ? അതെ അതെ. അത് ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോഴ് പൊതുവെ അത് കോമൺ ആയിട്ട് ഉണ്ടാവുന്നതല്ലേ. ചൂട് പെട്ടെന്ന് നല്ല ചൂട് വരുന്ന സമയത്തും ഉണ്ടാവും, തണുപ്പ് ആ ഒരു ഇതിലും ഉണ്ടാവും. എന്താണ് വിശേഷം പറയൂ. നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു, വല്ലതും എഴുതിയിട്ടുണ്ടോ? ആ കണ്ടു, കിട്ടി, എഴുതി. എന്താ മോളുടെ പേര്? നിഷ്വ നൗറിൻ. ഗുഡ് നെയിം ആണല്ലോ. ഫുഡ് കഴിച്ചോ നിഷ്വ? സുഫേജ? യെസ്. സുഫേജന്റെ ഫേസ് കട്ട് ഉണ്ടല്ലോ മോള്, എവിടെയോ. ഏത് ക്ലാസ്സിലാ? 5th. ആ ഓക്കെ. അപ്പൊ മോണ്ടിസോറിന്റെ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറിന്റെ നോട്ട് എഴുതേണ്ടത്, നമ്മുടെ മോണ്ടിസോറി നോട്ടിന്റെ ബാക്ക് സൈഡ് ആണ് എഴുതേണ്ടത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് കംപ്ലീറ്റ് പഠിക്കണം. സന്തോഷായില്ലേ? വെരി അങ്ങനെ ഹാപ്പി. ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ഓരോ, ഇപ്പൊ നിങ്ങള് പിന്നെ മിസറി ബാഗ്, സ്റ്റീരിയോനോട്ടിക് ബാഗ് ഒക്കെ ചെയ്തില്ലേ, ആ സമയത്ത് ആ അതിന്റെ ബാഗിനെ മിസറി ബാഗ് ഒന്നല്ല ഉള്ള. പിന്നെ എന്താ ഉള്ളത്? ആ ടി സൈലന്റ് ആടാ, ടി സൈലന്റ് പ്രൊണൗൺസിയേഷൻ. ടി അവിടെ വേണം. പിന്നെ ടി അവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് ടി വേണം, പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് ടി യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ ടി എന്ന് പറയുന്നത് സൈലന്റ് പ്രൊണൗൺസിയേഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ടി വേണം കേട്ടോ. ടി ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നോട്ട് എഴുതിയില്ല, അതിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ പറയാനുള്ളത്, നിങ്ങളിപ്പോ മിസറി ബാഗ് എന്ന് പറയുന്ന സമയത്ത് ആ ബാഗിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ആ ഒരു മെത്തേഡിൽ പഠിച്ചാൽ മതി. ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഇപ്പൊ പിങ്ക് ടവർ ചെയ്തിട്ടുണ്ട്, അതിന്റെ എയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഷോർട്ട് ആക്കിയിട്ട് അതുപോലെ ഓരോന്ന് ചെയ്തത് ഒന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി. ബൈഹാർട്ട് പഠിക്കാൻ മാത്രം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു ടൈപ്പ് പറഞ്ഞു തരാം. എന്ത് പറയുമ്പോഴും ടു അണ്ടർസ്റ്റാൻഡ് കൂട്ടിയിട്ട് പറഞ്ഞാ മതി, അപ്പൊ പിന്നെ ഓക്കെ ആയിക്കോളും. മനസ്സിലായില്ലേ? പ്രാക്ടിക്കൽ എക്സാമിനല്ലേ പഠിക്കണ്ടേ? എന്തോ പ്രാക്ടിക്കൽ എക്സാമിന് പഠിക്കണ്ടല്ലേ അത്? പ്രാക്ടിക്കൽ എക്സാമിനാണ്, എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എക്സാമിന് നിങ്ങൾ ചെയ്ത അപ്പാരറ്റസ് പ്രസന്റ് ചെയ്യാൻ പറയും. അപ്പൊ ഓരോ അപ്പാരറ്റസ് കാണിച്ചു തന്നിട്ട് ഇത് ഇന്ന അപ്പാരറ്റസ് ആണ്, ഇത് സെൻസോറിയൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ്. ഇപ്പം ഗോൾഡൻ ബീഡ് മെറ്റീരിയൽ ഒക്കെ പറയുകയാണെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെസിമൽ സിസ്റ്റം, ടെൻസ്, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, അങ്ങനെ ആ ഒരു മെത്തേഡിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ പിങ്ക് ടവർ ആണെങ്കിൽ അതിന്റെ ഒരു പ്രസന്റേഷൻ, പിന്നെ ഷോർട്ടസ്റ്റ്, ലോങ്, ആ ഒരു പിന്നെ ഷേപ്സ്, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ വരുന്നുണ്ട് അല്ലെ. ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. സ്മോള്, സ്മോളസ്റ്റ്, ആ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ അസെൻഡിങ് ഡിസെൻഡിങ് വരുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഓരോ പിന്നെ അപ്പാരറ്റസ് എടുത്തിട്ട് നമ്മൾ ചെയ്തത് മാത്രം മതി. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കൂടുതലൊന്നും ഞാൻ ചെയ്യിച്ചിട്ടില്ല, അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്ന ലിസ്റ്റിലുള്ള അപ്പാരറ്റസ് ഒക്കെ മോണ്ടിസറിയിലെ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ കുറച്ചും കൂടി ഏതാ നോബഡ് സിലിണ്ടർ ഒക്കെ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നോബഡ് സിലിണ്ടർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളില്ലേ കാർഡ്ബോർഡ് ചാർട്ട് എടുത്തിട്ട് അത് ഒരു റൗണ്ട് ഷേപ്പില്, സിലിണ്ടർ ഷേപ്പില് പിന്നെ നമ്മള് പിന്നെ എന്താ ചെയ്യാ, ഒന്ന് മടക്കുക, ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ സിലിണ്ടർ ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തിട്ട് അതിന്റെ രണ്ട് സൈഡ് വരുന്നിട്ട് ഗ്ലിറ്റർ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതായത് അതിന്റെ രണ്ട് പോർഷൻ വരുമല്ലോ, അവിടെ ഗ്ലിറ്റർ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
നോബഡ് സിലിണ്ടർ ചെയ്തത് ഇതൊക്കെ കാർബോർഡിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇത്ര എടുത്തു വെച്ചിരുന്നാലും ഇല്ലേ എവിടെയെങ്കിലും അത് പോയി പോവും പെട്ടെന്ന്. അത് നമ്മളൊന്നും വേണ്ട, കാർബോർഡ് ചാർട്ട് എടുക്കുക, എന്നിട്ട് ഒന്ന് റോൾ ചെയ്യുക, സിലിണ്ടർ ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്യുക. ജസ്റ്റ് ഒരു നമ്മളുടെ ഇത്ര ഒരു ഫിംഗറിന്റെ ഒരു വലിപ്പേ വേണ്ടു അതിന്. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ആ ഒരു അറ്റം 2 അറ്റം വരുന്നിടത്ത് ഗ്ലിറ്റർ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് ആ സിലിണ്ടർ ചെയ്യുന്നത്. അത് പിന്നെ ഉണ്ടാക്കണം നിർബന്ധമുണ്ടോ? തെർമിക് ബോട്ടിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? തെർമിക് ബോട്ടില് പിന്നെ നമ്മുടെ ഈ പിന്നെ നമ്മൾ സോൾട്ട് മറ്റേ പിക്കിളുടെ ഒക്കെ പെപ്പറൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ചെറിയ ബോട്ടിൽസ് ഉണ്ടാവൂലേ? അല്ലെങ്കിൽ പിന്നെ ചെറിയ നമ്മളുടെ പിക്കിളുടെ കുപ്പി എടുത്താൽ മതി, ചെറിയ ഇത്രയുള്ള ബോട്ടിൽ കിട്ടും. അതല്ലെങ്കിൽ സോൾട്ടും പെപ്പറൊക്കെ ഇടുന്ന നമ്മൾ ഈ പിന്നെ അബ്രോഡ് ഉള്ളവരൊക്കെ അധികം യൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഹോട്ടലിലൊക്കെ ഡൈനിങ് ടേബിളിൽ കാണാറില്ലേ ആ ഒരു ചെറിയ ഹോള് ദ്വാരം വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടില് ചെറിയൊരു ഇത്ര, അതും നമ്മൾ ഫിംഗറിന്റെ ഇത്രയുള്ള ചെറിയ ബോട്ടിലായിരിക്കും. അതിന്റെ അകത്താണ് ഈ തെർമിക് ബോട്ടിലൊക്കെ. അതിൽ ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതുപോലെ ടേസ്റ്റിംഗ് ബോട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടേസ്റ്റ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. സൗണ്ട് ബോട്ടിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ 3 ബോട്ടിൽസും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് സൗണ്ട് അധികം വരാൻ വേണ്ടിയിട്ട് പെബിൾസ് ഇടാം, അതുപോലെ മസ്റ്റാർഡ് സീഡ് ഇടാം, പിന്നെ അതുപോലെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് സൗണ്ട്സ് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് ബോക്സ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ പിന്നെ എക്സാമിനല്ല, നിങ്ങളുടെ ലാബിന്റെ ടൈമിൽ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. അതായത് സൗണ്ട് ബോട്ടിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് തിങ്സ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് സൗണ്ട് കിട്ടും നമുക്ക് അതിന്. അതിന് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മസ്റ്റാർഡ്, അതുപോലെ റൈസ് ഇടാം കേട്ടോ, നമ്മൾ അരികളൊക്കെ, പിന്നെ പെബിൾസ് ഇടാം, പിന്നെ എന്തെങ്കിലും സ്റ്റോണ്, ഇതൊക്കെ ഓരോ ബോട്ടിലിൽ ഒരു 5-6 ബോട്ടിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വലിയ ശബ്ദങ്ങൾ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഏതായാലും കുറച്ച് പേർക്കും കൂടി ചെയ്യണം, 1 മാസം ആവുമ്പോഴേക്ക്, അപ്പോഴേക്ക് കുറച്ചും കൂടി സെറ്റ് ആയിക്കോളും. ഏതായാലും ഇപ്പൊ അത് എന്തോ ഏതൊക്കെ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇത് നമുക്ക് പിന്നെ റെഡ് റോഡ് ചെയ്യാം. റെഡ് റോഡ് ആവുമ്പോ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റെഡ് റോഡ് ആകുമ്പോൾ റെഡ് കളർ പേപ്പർ മതി. പിന്നെ ഈ പറഞ്ഞതുപോലെ ചാർട്ട്, കാർഡ്ബോർഡ് ചാർട്ട്, അതിന് കളർ പേപ്പർ പൊതിഞ്ഞു കൊടുത്തിട്ട് ആദ്യം ഉള്ളത് 1 മീറ്റർ അളവിൽ എടുക്കാം, പിന്നീട് ഉള്ളത് അതിൽ കുറച്ച് എടുക്കാം. അതിന്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. അപ്പൊ ആ സമയത്ത് റെഡ് റോഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കട്ടെ, ഈസി ആയിട്ടുള്ള വർക്ക് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അതിന്റെ മാത്രം പ്രസന്റേഷൻ നടത്തിയാൽ മതി. പക്ഷെ ബാക്കിയൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. അതാകുമ്പോഴേ എക്സാമിന് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ഇവിടെ കുറെ ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കൺഗ്രാറ്റുലേഷൻ, ഭയങ്കര സന്തോഷമായി. ഓൺലൈൻ ഓഫ്ലൈനിലൊക്കെ ആയിട്ട് കുറെ ആൾ വർക്ക് ചെയ്യണുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യമാണ് കേട്ടോ. എവിടെയാണ് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? പ്രീ പ്രൈമറിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. ടീച്ചിങ് മാനുവൽ എടുക്കണം. ടീച്ചിങ് മാനുവൽ എടുത്തില്ല. കഴിഞ്ഞല്ലോ അത്. സുഫൈജ ഒരു ക്ലാസ്സിൽ ഉണ്ടായില്ല. ക്ലാസ് ആയിരുന്നു. ടീച്ചിങ് മാനുവൽ എടുത്തിട്ടുണ്ടെന്നാ? ടീച്ചിങ് മാനുവൽ എടുത്തു സുഫൈജ. സുഫൈജ ഒരു ക്ലാസ്സിൽ ഉണ്ടായില്ല. ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സുഫൈജ ഇല്ലാത്തത് കൊണ്ട് ശബ്ദങ്ങൾ കുറവാണെന്ന്. ആ ക്ലാസ് ആയിരിക്കും സുഫൈജ ജോയിൻ ചെയ്യാതിരുന്നത്. അതിൽ ടീച്ചിങ് മാനുവൽ എടുത്ത്. എന്തായാലും റെക്കോർഡ് ക്ലാസ് കേൾക്കണം കേട്ടോ. ക്ലാസ്സിൽ വരാത്ത കുട്ടികൾ റെക്കോർഡ് ക്ലാസ് കേൾക്കേണ്ടത് നിർബന്ധമാണ്. ടീച്ചിങ് മാനുവൽ എടുത്തിട്ടുണ്ട്. അതായത് ടീച്ചിങ് മാനുവലിൽ പറയുന്ന കുറെ കാര്യങ്ങള്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, ഉദ്ഗ്രഥിത സമീപനം, അതൊക്കെ എടുത്തില്ലേ നമ്മള്? ഇനി എടുക്കേണ്ടത് പിന്നെ നെക്സ്റ്റ് പേജ് തൊട്ടാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? പറയൂ. നമുക്ക് ലാസ്റ്റ് ക്ലാസ് കിട്ടിയത് 19-ാം തീയതിക്കല്ലേ? അതിനുശേഷം ക്ലാസ് കിട്ടിയായിരുന്നോ? കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ് മിസ് കിട്ടായിട്ട് ക്യാൻസൽ ചെയ്തല്ലേ?
ആ മുന്നത്തെ ക്ലാസ് എന്റെ സ്വന്തം ടീച്ചിങ് മാനുവൽ അതല്ലേ മിസ് എടുത്തത്? എന്റെ സ്വന്തം ടീച്ചിങ് മാനുവൽ മാം എടുത്തു കഴിഞ്ഞല്ലോ അല്ലേ? അതാ ഞാൻ എടുത്ത് ഇവിടെ കഴിഞ്ഞത്. അടയാളപ്പെടുത്തുന്നത്. അതെടുത്ത് കഴിഞ്ഞു. പിന്നെ ഇനി സ്കൂൾ അടുത്തത് എടുക്കേണ്ടത് start ടീച്ചിങ് മാനുവൽ അല്ലേ? എന്റെ സ്വന്തം ടീച്ചിങ് മാനുവൽ കഴിഞ്ഞു. ഇനി അടുത്തത് എടുക്കേണ്ടത് ടീച്ചിങ് മാനുവൽ ആണ്. അതിനുശേഷം ഒരു ക്ലാസ് വെച്ചത് മിസ്സിന് എന്തോ ഇതായിട്ട് ശനിയാഴ്ച വെക്കാന്ന് പറഞ്ഞു. മിസറി ബാഗിന്റെ ഒക്കെ അയച്ചാന്നു. അതിനുശേഷമുള്ള ക്ലാസ് സാറ്റർഡേ വെക്കാന്ന് പറഞ്ഞത്. അത് ഇവിടെ 2 days പവർ കട്ടായിരുന്നു. എന്റെ വൈഫൈ കട്ടായിരുന്നു. അല്ല ഫോണിൽ അതിനുശേഷമുള്ള ഒരു ക്ലാസ് മിസ്സിന് ക്ലാസ് അവിടെ കിട്ടിയില്ലല്ലോ കിട്ടുന്നില്ല, കണക്ഷൻ കിട്ടുന്നില്ല എന്നിട്ട് ക്യാൻസൽ ചെയ്ത്. ആ ഞാൻ ഒരുപാട് കണക്ട് ചെയ്ത് നോക്കിയതാ. ഇടയ്ക്ക് കണക്ട് ആയപ്പോ ഞാൻ വീണ്ടും വോയിസ് ഇട്ടു. എല്ലാവരും കേറിക്കോളൂ, റേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇതായിരുന്നു കേട്ടോ സിറ്റുവേഷൻ. എനിക്ക് മാത്രമായിരുന്നില്ല. ഞങ്ങൾക്കും കാണാൻ എല്ലായിടത്തും പറ്റുന്നില്ലായിരുന്നു. എയർടെലിന്റെ സിമ്മിന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? സിമ്മിന് എല്ലാ കേറാൻ പറ്റുന്നില്ല എന്നാലെങ്കിലും. ഇടയ്ക്കിടയ്ക്ക് കട്ടായിരുന്നുണ്ടായിരുന്നു. ആ എയർടെലിനായിരുന്നു ഇഷ്യൂ ഉണ്ടായത്. അപ്പൊ എയർടെലിന്റെ സിമ്മാണ് എന്റെ വീട്ടിലെല്ലായിടത്തും. പിന്നെ അപ്പൊ എയർടെലിന് ഇതുണ്ടായില്ല. പിന്നെ വൈഫൈ കണക്ട് ചെയ്യാൻ നോക്കിയാല് പവർ കട്ടായിരുന്നു. അങ്ങനെ 2 ദിവസം അന്ധകാരത്തിൽ ബിഗ് ബോസിൽ പോയ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാം. ഇങ്ങനെ കറണ്ട് ഒക്കെ പോകുന്ന സമയത്ത് നല്ലതാണ്. വീട്ടിലെല്ലാവർക്കും കുറച്ചും കൂടി സംസാരിക്കാൻ ടൈം കിട്ടും പരസ്പരം. അല്ലെങ്കിൽ എല്ലാവരും അവരുടേതായ ലോകത്ത് ഫ്രീ ടൈം ഒക്കെ ഉണ്ടാകുമ്പോ ഒന്ന് ഫോൺ എടുത്ത് കുത്തിയിരിക്കുമല്ലോ. അപ്പൊ അതിനൊന്നും ആർക്കും എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫ്. എന്റേത് പിന്നെ എനിക്ക് ഫോൺ അങ്ങനെ ഓഫായി വെച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് അടുത്ത വീട്ടിൽ കൊടുത്തു വിട്ടിട്ട് ചാർജ് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഇവിടെ പിന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഇൻവേർട്ടർ ഒക്കെ പെട്ടെന്ന് ചാർജ് ചെയ്യും. ഇൻവേർട്ടറിന്റെ ചാർജ് ഒക്കെ ഏകദേശം ഒരു 12 മണി രാത്രി ആകുമ്പോഴേക്ക് തന്നെ കഴിഞ്ഞു, ഫിനിഷ് ആയി. എന്നിട്ട് പിറ്റേന്നത്തെ ദിവസം രാത്രി ആയപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പൊ 2 ദിവസം സ്വാഹ മേലോട്ട് നോക്കിയിരുന്നു. അപ്പൊ അതായിരുന്നു അപ്പം അവസ്ഥ. ഞാൻ പറഞ്ഞത് അന്ന് ശരിയാണ്. ഇനി ക്ലാസ്സിൽ ടീച്ചിങ് മാനുവൽ എടുക്കണം. ടീച്ചിങ് മാനുവല് എടുക്കണം ആയിരിക്കാം. പക്ഷെ അപ്പോഴേക്ക് എന്റെ ഞാൻ ഒരു ക്ലാസ്സിൽ ധാരണയില് വന്നിട്ടില്ല. എന്തൊക്കെയാണ് തള്ളി സുഫേജ് ഒരു മറിച്ച്. ക്ലാസ്സിൽ വന്നിട്ടില്ല. ഇവിടെ എല്ലാവരും ഒന്ന് അത് ഓർമ്മിപ്പിച്ചോട്ടെ. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിലാ. സുഫേജ് ക്ലാസ്സിൽ വരാത്തതുകൊണ്ട് അത് ക്ലാസ് ഇപ്പൊ കുറച്ച് സൈലന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സുഫേജ് ഇല്ലാത്തത് ശരിക്കും അറിയുന്നുണ്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവരോട് എല്ലാവരോടും ഒന്ന് ചോദിച്ചേ. ഇല്ല മക്കളെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഉണ്ടായിരുന്നു. ആ അതാണ് സുഫൈജാനോടുള്ള സ്നേഹം, കണ്ടില്ലേ? അല്ല ഇത് അടയാളപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് അടക്കം അടയാളപ്പെടുത്തും അടുത്ത ഭാഗങ്ങള്. അപ്പൊ പിന്നെ കുഴപ്പമില്ല ഹബീബ. നല്ല കാര്യമാണ് കേട്ടോ. അത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ തന്നെ. അപ്പൊ നമ്മളുടെ ടീച്ചിങ് മാനുവൽ എടുക്കണം. അതായത് ശേഷികൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി കുട്ടികൾക്ക് ഉണ്ടാകുന്ന അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ കുട്ടിക്കും പിന്നെ അപ്പൊ അത് വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുന്നത് അല്ലെ. ടീച്ചിങ് മാനുവൽ എഴുതുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അല്ലാതെ എല്ലാ ടീച്ചിങ് മാനുവലും ഒരുപോലെ എഴുതി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അതായത് മാത്സിന്റെ ക്ലാസ് എടുക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുന്നത്. ക്ലാസ് അതുപോലെ എടുക്കുന്നത്. ക്ലാസ് എടുത്തതാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അല്ലാതെ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ കുട്ടികളുടെ ആ ഒരു ശേഷി വളർത്തിയെടുക്കുക എന്ന ഒരു ഗോൾസ് വെച്ചിട്ടാണ് എന്താണ് പിന്നെ ഇവിടെ നടക്കുന്ന മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ. പിന്നെ നമ്മൾ പ്രിപ്പറേഷൻ എഴുതുന്നുണ്ട് അതിലല്ലേ. പിന്നെ തത്സമയ തീരുമാനങ്ങൾ. സഡൻലി നമ്മൾ ആ ഒരു കറന്റ്ലി ആ ടൈമിൽ ക്ലാസ്സിൽ എന്താണ് പോകുന്നത് അതും നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ അടങ്ങിയ ഒരു രേഖയാണ് നമ്മുടെ ടീച്ചിങ് മാനുവൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്താണ് ടീച്ചിങ് മാനുവൽ എന്നുള്ളത് രേഖയാണ്. ഇതുവരെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓരോ വർഷവും ഇതിലെ ശേഖരണ ഭാഗം വളർന്നുകൊണ്ടിരിക്കും. മീൻസ് എന്താണ്, നമ്മൾ ഓരോ ദിവസവും ടീച്ചിങ് മാനുവൽ ലെസൺ പ്ലാൻ എഴുതുന്നുണ്ട്. വീക്കിലി ആണ് സ്കൂളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എഴുതാറ്. വീക്കിലി പിന്നെ ഒരു സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അതിനായിട്ടുള്ള ദിവസങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ടീച്ചിങ് മാനുവൽ എഴുതുന്നത്. ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സ് ടീച്ചേഴ്സിന് അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ എങ്ങനെ ഒരു വർഷം ആവുമ്പോഴേക്ക് ഇതിന്റെ ആ ഒരു എന്താണ് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ടീച്ചിങ് മാനുവൽ. ഇങ്ങനെ എപ്പോഴും വളരുകയും ടീച്ചറെ മറ്റെന്തിനേക്കാളും ഏറെ തുണയ്ക്കുകയും ചെയ്യുന്ന ഏറ്റവും മികച്ച സഹായി ആയിരിക്കും എൻ്റെ ടീച്ചിങ് മാനുവൽ. എന്താണ് ടീച്ചറെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ടീച്ചിങ് മാനുവൽ ആണല്ലേ. അതുപോലെ ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിൽ നിന്ന് നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ഹാൻഡ് ബുക്ക് ഓരോ സബ്ജക്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലൊക്കെ എടുക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഹാൻഡ് ബുക്ക് കയ്യിൽ കരുതുക. അതിൽ നിന്ന് നമുക്ക് പിന്നെ എന്താണ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാനുള്ള ഐഡിയാസ് കിട്ടും. ക്ലാസ് ആക്ടിവിറ്റീസ് പിന്നെ എന്താണ്
വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാനുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് അതിലുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കൂടുതൽ ചിന്തിക്കാൻ ടൈമില്ലാത്ത സമയത്തൊക്കെ ഹാൻഡ് ബുക്കിന്റെ ഒക്കെ സഹായം നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ അതിൽ നിന്നും എടുത്തിട്ട് കൂടി നമുക്ക് ടീച്ചിങ് മാനുവൽ എഴുതാവുന്നതാണ്. ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് സ്വയം ബോധ്യപ്പെടുത്താനും ഒരുങ്ങാനുമാണ് ടീച്ചിങ് മാനുവൽ രചന എന്ന ആ ഒരു പ്രക്രിയയിൽ നാം ഏർപ്പെടുന്നത്. അതായത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുന്നത്. നമ്മൾ നമ്മളെ കുറിച്ചാണ് എഴുതുന്നത്. നമ്മളുടെ ഒരു ഡയറി കുറിപ്പൊക്കെ പോലെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, ഡയറി എഴുതുമ്പോൾ നമുക്ക് മനസ്സിലുള്ളത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതില്ല. ഒരു സങ്കടം തീർക്കുന്ന പോലെ എഴുതുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്ത് ഷെയർ ചെയ്യുന്ന പോലെ ഡയറി എഴുതുന്നവരുണ്ടാവാം. അതുമല്ല, പിന്നെ എന്തെങ്കിലും രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല, ഇത് കടലാസ് എന്നെ ഭദ്രമായി സൂക്ഷിക്കുന്നുള്ളത് എഴുതി വെക്കുന്നവരുണ്ടാവാം. ഉണ്ടോ? ഇങ്ങനെയല്ലേ നമുക്ക് നമ്മൾ ഡയറി ശരിക്കും എഴുതുന്നത്? നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഡയറി എഴുതിയാൽ മൈൻഡ് ഫ്രീ ആവും. മൈൻഡ് ഫ്രീ ആവും. സത്യമാണ്. കാരണം ഇത് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കുന്നത് പോലെയാണ് ഡയറി എഴുതുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ടീച്ചിങ് മാനുവൽ. ആക്ച്വലി നമ്മൾ ക്ലാസ് എടുത്തു, ചിലപ്പോൾ നമുക്ക് തോന്നും എന്താ കുട്ടികൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല, എന്തോ പറ്റിയിട്ടുണ്ട്, അപ്പൊ എനിക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ എടുക്കായിരുന്നു. അപ്പൊ നമ്മൾ ടീച്ചിങ് മാനുവൽ എടുക്കുമ്പോൾ വെറുതെ അല്ല, ഞാൻ ഇന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുത്തില്ല, കുട്ടികൾക്ക് ഇങ്ങനെ വായിച്ചു കൊടുത്ത് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം കുട്ടികൾ ഇന്ന് ഉറങ്ങിയായിരുന്നു ക്ലാസ്സിൽ. അത് നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തിയില്ലേ? ഇല്ലേ? അപ്പൊ ആർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് ടീച്ചിങ് മാനുവൽ. ലൈക്ക് നമ്മൾ ഡയറി എഴുതുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? ജൈവ പ്രക്രിയ എന്നൊക്കെ ഉണ്ട് എന്റെ ടെക്സ്റ്റ് ബുക്കില്. ഉദ്ഗ്രഥിത സമീപനം. ടീച്ചിങ് മാനുവൽ എന്ന പ്രക്രിയ ഉദ്ഗ്രഥിത സമീപനമല്ലടാ, ടീച്ചിങ് മാനുവൽ എന്ന രചന എന്ന ജൈവ ഇല്ല, ടീച്ചിങ് മാനുവൽ എന്ന പ്രക്രിയയിൽ നാം ഏർപ്പെടുന്നത്. ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് സ്വയം ബോധ്യപ്പെടുത്താനും ഒരുങ്ങുന്നതുമാണ് ടീച്ചിങ് മാനുവൽ എന്ന പ്രക്രിയ. ജൈവ പ്രക്രിയയോ? ഇടയ്ക്ക് സയൻസ് ഒക്കെ കയറി വരുന്നുണ്ട് കേട്ടോ ടെക്സ്റ്റ് ബുക്കിലേക്ക്. അതായത് ഒരു ടീച്ചിങ് 2-3 മാനുവൽ കൊല്ലം എന്ന കൂടുമ്പോഴെങ്കിലും ടെക്സ്റ്റ് മാറ്റണം. ഇതില്ലേ സുഫേജ്, അത് നോക്കിയേ, ഇതുപോലുള്ള 4 ടെക്സ്റ്റ് ബുക്ക് എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളതും ഞാൻ എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും കൊറിയർ അയച്ച് ലാസ്റ്റ് വേസ്റ്റ് ആയ സാധനങ്ങളല്ലേ അവിടെ ഓഫീസിൽ വെക്കൂ. അതിൽ 10 ഇനി മിസ്റ്റേക്കുന്നില്ല, ആകെപ്പാടെ പിന്നെ എന്താ പറയാ, ചെളി പിടിച്ച ബുക്കായിട്ട് ഞാനത് വേണ്ട, എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എനിക്ക് സ്വയം തിരുത്താൻ പറ്റുമെന്ന് കരുതിയിട്ട് അത് അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് ഭംഗിയുള്ളതിനെ എടുത്തു കൊണ്ടുവന്നു. പക്ഷെ മറ്റതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലായിരുന്നു ഞാൻ നോക്കിയപ്പോഴും. അങ്ങനെ ഒരുപാട് 10-15 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എല്ലാത്തിലും എന്തെങ്കിലും കുറവില്ലതായിരിക്കും ഓഫീസിൽ കളയുന്നത്. ബാക്കി നല്ലതൊക്കെ നിങ്ങൾക്ക് കയറ്റി അയച്ചു തരും. അതാണ് അവസ്ഥ. ഇപ്പൊ മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് അഥവാ ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലേ? എന്തായാലും മീനിങ് സെയിം ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഉള്ളത്? ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലേ? ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച് അഥവാ ഉദ്ഗ്രഥിത സമീപനം, അതായത് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുക മീൻസ് നമ്മൾ ഒരു കാര്യം ഡീപ്പായിട്ട് ചെയ്യുന്നത് അല്ലെ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഡീപ്പായിട്ട് ചെയ്യുന്നതിനെയാണ് ഇന്റഗ്രേറ്റഡ് അഥവാ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഡീപ്പായിട്ട് ചെയ്യാന്ന് പറയാം, നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്നതിന് പറയാല്ലേ, കാര്യമായിട്ട് ചെയ്യാന്നൊക്കെ പറയാറില്ലേ, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം, അതിന് അപ്രോച്ച് എന്ന് പറയുന്ന സമീപനം, നമുക്ക് അതിനോടുള്ള ഒരു നിലപാട്, മലയാളത്തില് സമീപനം എന്ന് പറയും, നിലപാട് എന്ന് പറയും. അപ്പൊ ആ ഒരു അപ്രോച്ച്, പിന്നെ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, ഈ 2 വേണമെങ്കിൽ എഴുതാം കേട്ടോ. കുട്ടികൾക്ക് ചുറ്റുപാടുമുള്ള ലോകം സമഗ്രമായാണ് അനുഭവപ്പെടുന്നത്. അതായത് അവർക്ക് ചുറ്റുപാടുമുള്ള ലോകം അവർക്ക് എന്താണ്, അതാണ് അവരുടെ ആ ലോകത്ത് സമഗ്രമായിട്ട് അത്രയും പിന്നെ എഫക്റ്റീവായിട്ട് അല്ലെ, കുട്ടികളിലേക്ക് എന്താ പറയാ ഏൽക്കുന്ന രീതിയിൽ എഫക്റ്റീവായിട്ട് ആണ് അവർക്ക് അനുഭവപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ അറിയാനാണ് കുട്ടി ശ്രമിക്കുന്നതെങ്കിൽ ആ അറിവ് സമഗ്രമായാണ് ലഭിക്കേണ്ടതെങ്കിൽ
തുടക്കം മുതലേ സമഗ്രമായ ഒരു സമീപനം നാം സ്വീകരിച്ചേ പറ്റൂ. അതായത് ഫ്രം ദ ബിഗിനിങ്ങിൽ തന്നെ കുട്ടിക്ക് എഫക്റ്റീവായ രീതിയിൽ നമ്മൾ കൊടുക്കണം. ലൈക്ക് എന്താണ്, ഭയങ്കര ടഫായിട്ടുള്ള ഡിഫിക്കൾട്ട് ആയിട്ടുള്ള സംഗതി കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ പുഷ് ചെയ്ത് പഠിപ്പിക്കുക, അങ്ങനെയല്ല. കുറച്ച് സിമ്പിൾ ആയിട്ട് ഈ കുട്ടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അതാണ് ആദ്യം തന്നെ കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും വരിക. കുറച്ച് ദിവസം പഠിപ്പിക്കുകയും ചെയ്യില്ല, ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. കുട്ടി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ന് 2 മിഠായി കിട്ടി, ചിലപ്പോ മിഠായി ഒക്കെ കൊടുത്ത് പറ്റിക്കും അല്ലെ. കരച്ചിലായി കഴിഞ്ഞാൽ സ്കൂളിൽ തന്നെയാണ് നഷ്ടം. എന്താണ്, അഡ്മിഷൻ എടുക്കും, എന്നിട്ട് കുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, നെക്സ്റ്റ് ഇയർ വന്നോട്ടെ എന്നിട്ട് പാരന്റ്സ് വീട്ടിലിരുത്തി കഴിഞ്ഞാൽ ഫീസ് കിട്ടില്ല. അപ്പൊ സ്കൂളിൽ തന്നെയാണ് നഷ്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ 2 മിഠായി ഒക്കെ കൊടുത്ത് കുട്ടീനെ പറ്റിച്ച് ക്ലാസ്സിൽ ഇരുത്താൻ അവിടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ടീച്ചേഴ്സിന്. അതുപോലെ വെൽക്കം ഡേ ഒക്കെ, പിന്നെ ഓപ്പണിംഗ് ഡേ ആ ഒരു വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണും ഇതൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ടീച്ചേഴ്സിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടാവും. ടീച്ചേഴ്സ് നല്ല ഡാൻസ് ഒക്കെ കളിക്കും. നിങ്ങളൊക്കെ സ്റ്റെപ്പ് ഒക്കെ പഠിച്ചിരുന്നോളൂ കേട്ടോ. ടീച്ചേഴ്സിന്റെ ഡാൻസ് വെൽക്കം ചെയ്യാൻ വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യങ്ങള് എന്താണ്, നമ്മൾ ആദ്യം തന്നെ തുടക്കം മുതൽ തന്നെ എന്ത് വേണം, അതിനുള്ള ആ ഒരു അപ്രോച്ച് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഹായ് മാജി, മോനാണോ? ഇപ്പൊ എല്ലാരും വെക്കേഷൻ കഴിഞ്ഞില്ലേ, 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. 2 ദിവസമേ ഉള്ളൂ. എല്ലാവർക്കും ഒന്ന് സ്കൂൾ തുറന്നു കിട്ടിയാ മതി എന്ന് പറഞ്ഞ് കളിക്കുക. ഇവിടെയൊക്കെ പറയുന്നുണ്ട് എനിക്ക് പനി ശരിക്കും സുഖമായിട്ടില്ല, 1 ആഴ്ച കൂടി കഴിഞ്ഞിട്ടേ പോകണില്ലോ. ഇവിടെ എല്ലാവർക്കും ഫീവർ ആയിരുന്നു, അതുകൊണ്ട് പനി ശരിക്കും മാറണില്ല. അത്ര സ്കൂള് തുറക്കാനായതുകൊണ്ട് ഇപ്പോഴേ മാറണില്ല. എല്ലാവർക്കും മടിയൊന്നുമില്ല കേട്ടോ, ഒരാൾക്കേ മടിയുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഞാൻ ഈ കളി വീട് ഉണ്ടാക്കി കളിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടില്ലേ മക്കളെ? എന്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്, ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളത്. അത് ഇതിനല്ലല്ലോ മിസ്സേ പറഞ്ഞത്, അതിന് മുന്നേ ഉള്ള കാര്യത്തിനല്ലേ. എല്ലാത്തിലും കളി വീട് ഉണ്ടോടാ? അതല്ല പറഞ്ഞിട്ടുണ്ട്, ആരോ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതാണ് ഓർമ്മ. സത്യം പറഞ്ഞ വട്ടാവും. കൊറേ ബാച്ച്, ഏത് ബാച്ചിലാ മെസ്സേജ് ഇടുന്നത്? ചിലപ്പോ അന്ന് പനിയായിട്ട് മെസ്സേജ് ഇട്ടാരും മറ്റേ ബാച്ചിൽ കൊണ്ടുപോയിട്ട് പുതിയ മോണ്ടിസോറിന്റെ ബാച്ചിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾ എന്നിട്ട് മിസ് നമുക്കിന്ന് ക്ലാസ് ഉണ്ടാ, ഭയങ്കര സന്തോഷത്തോടെ മെസ്സേജ്. ഞാൻ ഒരു സോറി, നിങ്ങൾക്കല്ല, അത് വേറെ ബാച്ചിൻ്റെതാണ്, അത് ഡിലീറ്റ് ഫോർ എവരി വൺ അടിച്ചു. കാരണം എന്താ, നിങ്ങൾക്ക് അയക്കേണ്ടത് അവിടെ പോകും. ചില സമയത്ത് അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കളി വീടുണ്ടാക്കി കളിക്കുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിക്കൂ. ഇത്തരം ഒരു പ്രവർത്തനം നടത്തുന്നതിന് അവൾക്ക് എന്തൊക്കെ ധാരണകൾ, ശേഷികൾ ആവശ്യമാണ്. നമ്മൾ കരുതും ഒന്നും വേണ്ട, ചെളിവാരി കളിക്കാനുള്ള ആ ഒരു ഗഡ്സ് മതി കളി വീടുണ്ടാക്കി കളിക്കാൻ. അപ്പൊ കൈക്ക് മണ്ണാവും, ഡ്രസ്സിന് മണ്ണാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും അല്ലെ, അത് എതിർക്കില്ല നമ്മള്. അപ്പൊ ഇവിടെ കളി വീടുണ്ടാക്കി കളിക്കുന്നതിലൂടെ കുട്ടീനെ എന്തൊക്കെ കാര്യങ്ങൾ, കുട്ടിക്ക് ആ ഒരു ശേഷികൾ ഉണ്ടാവുന്നില്ലത് നമുക്ക് നോക്കാം. ഉചിതമായ സ്ഥലവും സാമഗ്രികളും തെരഞ്ഞെടുക്കുന്നതിലുള്ള കഴിവ്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കും ഇവിടെ ഓക്കെ മറ്റുള്ളവർ വന്ന് അത് ചവിട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണോ, മറ്റുള്ളവർ വന്ന് ചവിട്ടുന്ന രീതിയിലാണോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ നടക്കുന്ന ഏരിയ ആണോ, കൂടുതൽ വെള്ളം കയറി വരുന്നുണ്ടോ, കടൽക്കരയ്ക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെ. അപ്പൊ ഇതൊക്കെ കുട്ടി ശ്രദ്ധിക്കും. അപ്പൊ ആൾക്കാർ അധികം നടക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത കുറച്ച് സേഫ് ആയിട്ടുള്ള പ്ലേസ് കുട്ടി തന്നെ സ്വയം തീരുമാനിക്കുന്നുണ്ട്. ഇപ്പൊ ലൈഫിൽ ഇതുകൊണ്ട് എന്താണ് നടക്കുന്നത്, ഉചിതമായ സ്ഥലം തെരഞ്ഞെടുക്കുന്നതിനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ കുട്ടി ഇതിൽ നിന്ന് പഠിക്കുന്ന, ഒരു കളിവീട് ഉണ്ടാക്കാൻ ഒരു സ്ഥലം കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിൽ കുട്ടി പഠിക്കുന്നത്. എന്താണ്, ഇത് എനിക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമാണോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങേണ്ടത് അത്യാവശ്യമാണോ, ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഗതിയാണോ എന്നൊക്കെ കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. മറ്റുള്ളവരെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ സുരക്ഷിതമായ സ്ഥലത്താണോ എന്ന് സ്വയം ചിന്തിക്കാൻ അവൻ അവിടെ നിന്നാണ് പഠിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ഒരു കാര്യം കുട്ടി ഒറ്റയ്ക്ക് ചെയ്യാതെ എല്ലാം പാരന്റ്സ് സപ്പോർട്ട് ചെയ്തു കൊടുത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടി വളർന്നു വലുതായി. നമ്മളിപ്പോ കാണുന്നില്ലേ ഡൗറിന്റെ പ്രശ്നം അത് ഇതൊക്കെ വരുമ്പോ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ച്. കാരണം എന്താ, അത്ര വരെയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ സംരക്ഷിച്ച് ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ച ആ കുട്ടീനെ ആ ലെവലിലേക്ക് എത്തിയതാ. പെട്ടെന്ന് ഒരു നിമിഷം അവരെ സപ്പോർട്ട് കിട്ടണില്ല. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനും തീരുമാനിക്കാനും ചിന്തിക്കാനെന്നുള്ള ആ ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവില്ല.
അപ്പൊ അതൊക്കെ നമ്മൾ ഇത്രയും കുറച്ചുകൂടി പുറത്തൊക്കെ പോയിട്ട് തെരുവിലൊക്കെ സ്ട്രീറ്റിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ കുട്ടികൾ എന്തെങ്കിലും കാണുമ്പോൾ പേടിച്ച് പെട്ടെന്ന് കരയും. പക്ഷെ ആ കുട്ടികൾ എന്ത് വന്നതിനാലും നല്ല മനക്കരുത്തോടെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യും. അവർക്കതൊന്നും വലിയ വിഷയമൊന്നും ആയിരിക്കില്ല. അതൊക്കെ തന്നെയാണ് ജീവിതം പഠിപ്പിക്കുന്ന പാഠത്തിൽ നിന്ന്. എന്താ അവർക്ക് അസുഖം പോലും കുറവായിരിക്കും. നമ്മളെ പിള്ളേർ അസുഖം ജസ്റ്റ് കുറവായിരിക്കും. കാരണം എന്താ, അവർക്ക് ഓൾറെഡി ആ മണ്ണിൽ ഇടപഴകിയിട്ട് മണ്ണ് ചെളി എന്നൊക്കെ പറയുന്നത് അവർക്ക് അവരുടെ അത് സ്കിന്നായിട്ട് പ്രതിരോധിക്കാനുള്ള കഴിവ് അവരുടെ സ്കിന്നിനുണ്ട്. അതിലുള്ള ആ ഒരു പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് കൂടുതലായിരിക്കും. കാരണം എന്താണെന്നറിയോ, അത് അവരുടെ സ്കിന്ന് ആ ഒരു ഇതുമായിട്ട് ഓക്കെ ആയിട്ട് വന്നു. നമ്മളുടെ കുട്ടികൾ പെട്ടെന്ന് ഇത് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ. ഒരു ദിവസം മഴയത്ത് ഇറങ്ങിയില്ലെങ്കിൽ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കുറച്ച് മഴയത്തേക്ക് കളിച്ചോട്ടെ കേട്ടോ. എനിക്ക് പനി വന്നന്ന് ഞാൻ എന്താ ചെയ്തെന്നറിയോ, നല്ല പനിയാണ്. കുളിക്കാൻ ചെന്ന് ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളം കുറച്ചൊന്ന് തൊട്ട് മേത്തൊക്കെ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? കുറച്ചൊന്ന് ഇവിടെയൊക്കെ കുടഞ്ഞു നോക്കി, ഒന്ന് ഇവിടെ ഒക്കെ കുറച്ച് ഒഴിച്ചു നോക്കിയിട്ടൊക്കെ. പേടിയാണ്, തണുത്തിട്ട് വെള്ളം ഒഴിക്കാൻ പേടിയാണ്. എനിക്കിപ്പോഴും ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഫീവർ ഉള്ള സമയത്ത് ആ ഒരു ഹീറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഹീറ്ററും മറ്റു സോളറൊക്കെ പോയി കിടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കുളിച്ചത്. പക്ഷെ മഴ കണ്ടേരം നിന്നില്ല, മനസ്സ് നിന്നില്ല. മഴയത്ത് പോയിട്ട്, നല്ല മഴയത്ത് പോയിട്ട് കുളിച്ചേരം എന്റെ മക്കള് വന്നിട്ട് ചോദിക്കുക, ഇതാണല്ലേ ഇവിടെ പരിപാടി? നടക്കൂല മോളെ, നമ്മളുണ്ട് വേഗം തന്നെ. അപ്പൊ അവരും കൂടെ വന്ന് നനഞ്ഞു. എന്തേലും പറയാൻ പറ്റോ? ഒന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് അവരനുകരിക്കും. അപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വരും, അതാ നിങ്ങൾ ചെയ്യുന്നില്ലേ, നമുക്ക് ചെയ്യാൻ പാടില്ലെന്നില്ല അല്ലേ? അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കണ്ണടച്ചു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കുളിച്ചതിന് ശേഷം എന്റെ പനി പോയെന്ന് തോന്നുന്നു മക്കളെ. അതാ സംഭവിച്ചത്. അതുകൊണ്ട് കുറെയൊക്കെ നമ്മള് പ്രകൃതിയായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ഇത് നമുക്ക് മാറ്റിയിടുക. അത് തന്നെയാണ് ലൈഫിലും സംഭവിക്കുന്നത്. നമ്മൾ ഇത്തരം ഇതിലൂടെ പിന്നെ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി വരുന്നത്, ബോൾഡായി വരുന്നത് നമ്മളെ ലൈഫ് ലോങ് നമുക്ക് ഒരു സപ്പോർട്ടീവായിട്ട് സെൽഫ് കോൺഫിഡൻസ്, നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പിന്നെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, കുട്ടിക്ക് ആദ്യം തന്നെ കുട്ടി ചിന്തിച്ചു, ലോജിക്കലി ചിന്തിച്ചു, ഈ പ്ലേസ് ഓക്കെ ആണോ, കളിവീട് ഉണ്ടാക്കാൻ ഓക്കെ ആണോ, നിലനിൽപ്പിന് സപ്പോർട്ടീവ് ആണോ എന്നുള്ളത് കുട്ടി ചിന്തിച്ചു. സെക്കൻഡ് ആയിട്ട് കുട്ടി മാത്സ് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ, നീളം, വീതി, ഉയരം എന്നിവയെ കുറിച്ച് സാമാന്യമായൊരു ധാരണ, ഒരു കോമൺ ആയിട്ട് കുട്ടിക്ക് ഒരു കാഴ്ചപ്പാട്, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. എന്താണ് നീളം, വീതി, ഉയരം, ഇതിനെ കുറിച്ചൊക്കെ. അപ്പൊ മാത്സ് പഠിച്ചു അല്ലെ. വലിയ ഹൈറ്റിലുള്ളതാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ടെന്ന് കുട്ടി സ്വയം ചിന്തിച്ചിട്ട് ഒരു പിന്നെ എക്സാക്ട് അളവിൽ അതൊരു സെറ്റ് ചെയ്തിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ, ആ ഒരു കളിവീട് ചെയ്യാൻ ആ കുട്ടിക്ക് പിന്നെ ചിന്തിക്കാനുള്ള, ലോജിക്കലി ചിന്തിക്കാനുള്ള കഴിവ് അവിടെ വർദ്ധിക്കണുണ്ട്. പിന്നെ അവിടെ മാത്സ് ആണ് വന്നത് അല്ലെ. വീതി നോക്കും അവൻ, നീളം നോക്കും, പിന്നെ ആ ഒരു വിൻഡോ, ഡോർ, ഇതിന്റെയൊക്കെ ആ ഒരു ഇതെവിടെ, പൊസിഷൻ എവിടെ വരുന്നത്, അതിന്റെയൊക്കെ എത്ര ആകൃതി, എത്ര ഷേപ്പാണ് അതിന് വരുന്നത്, എന്താണ് അതിന്റെ ഷേപ്പ് വരുന്നത്. ഇപ്പൊ മാത്സിലാണെങ്കിൽ ആ ഒരു വീടിന്റെ മുകളിൽ ട്രയാങ്കിൾ ഷേപ്പ് വരും, പിന്നെ സ്ക്വയറിലായിരിക്കും മേ ബി അതിന്റെ ആ ഒരു ഇത് ബോഡി വരുന്നത് അല്ലെ. അങ്ങനെ ഓരോന്നും വിൻഡോ സ്ക്വയറിലായിരിക്കും ചെയ്യുന്നത്, ഡോർ കുറച്ചുകൂടി റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും, കുറച്ച് നീളം കൂടിയിട്ട് വീതി കുറഞ്ഞിട്ടൊക്കെ. അതൊക്കെ അവൻ ചിന്തിച്ചിട്ട് ചെയ്യും. അപ്പൊ അവിടെ മാത്സിന്റെ കുറെ ഷേപ്സും കൂടി പഠിക്കണുണ്ട്. പിന്നെ പാർപ്പിടത്തിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി, അതിന്റെ ആ ഒരു സൗകര്യങ്ങൾ അല്ലെ. എന്താണ് കളിവീട് കൊണ്ട് ഉണ്ടാക്കുന്ന ചിലപ്പോ ഈ നമ്മള് മണ്ണെടുത്തു കഴിഞ്ഞാല് എന്താണത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പൊ കുട്ടിക്ക് ഒരു ബുദ്ധി വരും, എന്താ കുറച്ച് വെള്ളം അതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചുകൂടി വെറ്റായി കഴിഞ്ഞാൽ എന്താണ് അത് ഫിക്സ് ആയിട്ട് അവിടെ എനിക്ക് കുറച്ചുകൂടി ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും അല്ലെ. ഡ്രൈ ആവുമ്പോ കുറച്ചുകൂടി പെട്ടെന്ന് പൊടിഞ്ഞു പോയില്ലേ. അപ്പൊ അതൊക്കെ കുട്ടി സ്വയം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അതിന്റെ പിന്നെ സൗകര്യങ്ങൾ നോക്കും, അതിനെ കുറിച്ചുള്ള അറിവ്, പ്രശ്ന പരിഹാരത്തിനുള്ള കൂട്ടായ ശ്രമം. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇത് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന സമയത്ത് കുട്ടി തന്നെ കുറച്ച് വെള്ളം എടുത്ത് വീണ്ടും മിക്സ് ചെയ്തിട്ട് നിലനിർത്തും. കുറച്ചുകൂടി വെറ്റാകുമ്പോ അത് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കും. അതൊക്കെ കുട്ടി സ്വയം ചെയ്യും. അതാണ് പ്രശ്ന പരിഹാരം. അതും കൂടി അവിടെ പഠിച്ചു. ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോ അത് എങ്ങനെ ഞാൻ പിന്നെ തടഞ്ഞു നിർത്തും എന്നുള്ളത് അല്ലെ. അതുപോലെ കുറച്ചുകൂടി പിന്നെ നമ്മുടെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറി വരുന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കളിവീട് ഉണ്ടാക്കുന്നിടത്ത് ഒരു റിങ് പോലെ അല്ലെങ്കിൽ അതിന് ചുറ്റും ഒരു മതില് പോലെയൊക്കെ കെട്ടി വെച്ചിട്ട് വെള്ളത്തിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പെബിൾസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതുകൂടി കുട്ടി സ്വയം ചിന്തിച്ച് ചെയ്യണുണ്ട്. അപ്പൊ അവിടെ പ്രശ്ന പരിഹാരത്തിനുള്ള കൂട്ടായ ശ്രമം. എന്തിനാണ് നിങ്ങൾ ചിന്തിക്കണുണ്ടോ, എന്തിനാണ് ഈ കളിവീടൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രശ്നം പരിഹരിച്ചിട്ടൊക്കെ പഠിക്കണത്? വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അത് ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ഇതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാളത്തോട്ട് കളിവീട് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ വലുതായിട്ട് തടയണ്ട. പക്ഷെ ഇപ്പൊ നല്ല മഴയാണ്, അതും കൂടി ഒന്ന് ബോധം വേണം. ആ ഒരു കാര്യം ഞാനും ചിന്തിക്കുന്നത് കുട്ടികൾക്ക് അതിനുള്ള ശേഷിയുണ്ട്, ക്ഷമയുണ്ട്. പക്ഷെ കുട്ടികൾ കളിമണ്ണ് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? നമ്മളിപ്പോ ബീച്ചിൽ പോയിട്ട് കളിക്കുമ്പോൾ ഒരു മേത്ത് കച്ചറയാവുന്നു. ഇവിടുന്ന് ഇപ്പൊ മണ്ണ് കലക്കി കളിക്കുന്നുണ്ട്, അപ്പൊ വടിയും കൊണ്ട് പോകാനേ തോന്നുള്ളൂ. ഞാൻ പറയും കാറിൽ കയറേണ്ട ഓട്ടോ പിടിച്ച് വന്നാൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ കളിക്കാനൊക്കെ പറ്റും. ലാസ്റ്റ് ആ ഒരു ഇത് കാണുമ്പോ ഞാൻ പറയും കാറിൽ കയറണ്ടേ, അതൊരു കാര്യമാണ്. കാർ എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളത്, അതിന് വേണ്ടിട്ട് പിറ്റേന്ന് അത്രയും പൈസ ചെലവാക്കിട്ട് ക്ലീനിങ്ങിന് കൊടുക്കേണ്ടി വരും, കാർ വാഷ് ചെയ്യാൻ കൊടുക്കണം. അപ്പൊ ഞാൻ പറയും കാറിൽ കയറണ്ട, ഓട്ടോ പിടിച്ചിട്ട് വന്നോന്ന് പറയും. കാരണം ആകെ നനഞ്ഞിട്ടുണ്ടാവും, എന്താ പറയാ, മണ്ണ് ഉണ്ടാവും. ഇതൊക്കെ കൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ വണ്ടീന്റെ അവസ്ഥ ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്നാലും കളിക്കാനൊക്കെ അത്യാവശ്യം വിടാറുണ്ട് കേട്ടോ. പക്ഷെ വീട്ടിൽ നിന്നും കളിക്കാൻ കഴിയില്ലല്ലോ, വീട്ടില് കച്ചറയാന്ന് പറഞ്ഞാൽ ഞാനൊന്നും വീട്ടിൽ നിന്ന് തിരികെ വിടാൻ കഴിയില്ല. പിന്നെ ഈ നമ്മുടെ ഫ്ലോറിലൊക്കെ അഴുക്കാവും. പ്രത്യേകിച്ച് വൈറ്റ് ഫ്ലോർ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തീർന്നു അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കും. അവർക്ക് അതൊന്നും. പക്ഷെ ഇതിന്റെ കൂടെ പോസിറ്റീവായിട്ടുള്ള എന്ത് സംഗതിന്റെ കൂടി പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലേ? നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള വശം കാണുമ്പോൾ നെഗറ്റീവായിട്ടുള്ള വശം കാണുമ്പോൾ രണ്ടും നമ്മൾ ചിന്തിക്കണം. അത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നതും. ഇപ്പൊ ഇവിടെ പറയുന്ന പ്രശ്ന പരിഹാരത്തിനുള്ള കൂട്ടായ ശ്രമം നടക്കുന്നുണ്ട്. ഭാവന, സർഗാത്മകത. സർഗാത്മകത മീൻസ് ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ. അവന്റെ ആ ഒരു ഭാവന, ഇമാജിനേഷൻ, പിന്നെ ക്രിയേറ്റിവിറ്റി, പ്രവർത്തന പരിചയവുമായി ബന്ധപ്പെട്ട ശേഷികൾ, ഓരോ സംഗതിക്ക് വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റീസ് വേണ്ടിയിട്ട് ആക്റ്റീവ് ആക്കി എടുക്കുക അല്ലെങ്കിൽ ഏബിൾ ആക്കി എടുക്കുക. ഓരോ സംഗതിക്ക് വേണ്ടിയിട്ട് കലാബോധം ഇതൊക്കെ വേണം. എന്തിനാണ്? ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഗണിതത്തിന്റെയും പരിസര പഠനത്തിന്റെയും ഭാഷയുടെയും മറ്റു ഘടകങ്ങളെ കുട്ടി അറിയാതെ സമന്വയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ മാത്തമാറ്റിക്കലി എന്തൊക്കെ പഠിച്ചു, ഷേപ്സും അതിന്റെ ഒക്കെ ആ ഒരു അളവ് തൂക്കങ്ങളൊക്കെ പഠിച്ചു അല്ലെ? എത്ര വേണം, അതിന്റെ ക്വാണ്ടിറ്റി പഠിച്ചു, പെർസെന്റേജ് പഠിച്ചു, ഇത്ര ശതമാനം മണ്ണ് വേണം, ഇത്ര ശതമാനം വെള്ളം വേണം, മിക്സ് ചെയ്യണം അല്ലെ? അവിടെ പിന്നെ റേഷ്യോ, ഓരോ കാര്യങ്ങൾ അനുപാതത്തിൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പഠിച്ചു. പിന്നെന്താണ് നെക്സ്റ്റ് വരുന്നത്? പരിസര പഠനത്തിൻ്റെത് വരുന്നത്, മാത്സിൻ്റെത് മനസ്സിലായില്ലേ? പരിസര പഠനത്തിൻ്റെത് വരുന്നത് അവൻ ആ സ്ഥലം അനുയോജ്യമായ സ്ഥലമാണോ, ഞാനിവിടെ ആൾക്കാർക്ക് ഒരുപാട് നടക്കുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറി വരുന്ന സ്ഥലമാണ്, ഇതൊക്കെ അവൻ നോക്കും. അപ്പൊ അവിടെ പരിസര പഠനത്തിന്റെയും പിന്നെ ഭാഷ, ലാംഗ്വേജ് വന്നിട്ടുണ്ട്. ലാംഗ്വേജ് എങ്ങനെ വരുന്നേ? കുട്ടി അതിനെ പിന്നെ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഈ ഒരു റാഷിദ, ഇവിടെ നിന്നാണ് കുട്ടി ഇപ്പോൾ വന്നത്. പനി പിടിച്ചോ? എന്താണ് ആകെ ടയേർഡ് ആയിട്ടുണ്ടല്ലോ? എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ട് ഫേസിൽ. എന്തായാലും ഒന്ന് ആക്റ്റീവ് ആകുക കേട്ടോ. ഡള്ളായത് പോലെ ഉണ്ട്. റാഷിദാൻ ഇങ്ങനെ കാണാറില്ല. ഇത്തിരി ഒന്ന് ആക്റ്റീവ് ആവേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ. ഇവിടെ ഭാഷ വരുന്നത് പരസ്പരം കമ്മ്യൂണിക്കേഷനിലൂടെ ഭാഷ വരുന്നുണ്ട്. പിന്നെ മറ്റു ഘടകങ്ങളെ കുട്ടി അറിയാതെ സമന്വയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ പിന്നെ ഉദ്ഗ്രഥിത സമീപനം സ്വീകരിക്കുന്നതിനെ കൊണ്ടുള്ള മെച്ചങ്ങൾ. പഠനം യാന്ത്രികമാകുന്നില്ല. അത് നമ്മൾ പിന്നെ മാർക്ക് ചെയ്യേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരുന്നതാണ്. പഠനം യാന്ത്രികമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ക്ലാസ്സിൽ ടീച്ചർ വരും, ഇതാ ചാപ്റ്റർ 5 എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വായിച്ചു തന്നിട്ട് പോകും അല്ലേ? ഇല്ലേ? അതായത് ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണെങ്കിൽ ഇതാ, ഞാൻ ഇന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ സംതിങ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ചസ്. എന്നിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ വായിച്ച് പോകും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ്, എന്നിട്ട് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകും. അപ്പൊ അവിടെ യാന്ത്രിക പഠനമാണ്. എനിക്ക് ഉണ്ടായിരുന്ന യാന്ത്രിക പഠനം റോബോട്ടിക് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു എനിക്ക് പണ്ട് ഉണ്ടായിരുന്നത് മോസ്റ്റ്ലി. കാരണം എന്താണെന്ന് അറിയാം,
അവർക്ക് തന്നെ അറിയില്ല അവരെന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരിങ്ങനെ വായിച്ചു തന്നിട്ട് പോകും. നിങ്ങളൊക്കെ 19s ആണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും, സത്യമാണ് അല്ലെ? ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും വായിച്ചു തന്നിട്ട് പോകുന്നില്ല, അത് എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മളെ കൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ അത്ര എഫേർട്ട് എടുത്ത ടീച്ചേഴ്സ് വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. യാന്ത്രിക പഠനം എന്ന് പറയുന്നത് അതാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കുക, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങി പോവുക. അതാണ് യാന്ത്രിക പഠനം. അത്ര മാത്രമേ ഉള്ളൂ. ഒരു പിന്നെ കാട്ടിക്കൂട്ടൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നു, എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോകും. വേണ്ടവര് കഴിച്ചോട്ടെ, വേണ്ടാത്തവര് കഴിക്കണ്ട. ആ ഒരു ഇത് നമുക്കൊരു ഇഷ്ടത്തോടെ എൻജോയ് ചെയ്തിട്ട്. ഞാനൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല പാട്ടൊക്കെ പാടും കേട്ടോ. അടുത്ത വീട്ടിലുണ്ടോ അല്ലെങ്കിൽ റോഡ് സൈഡാണ് വീട്, റോഡിൽ പോകുന്നവർക്കൊക്കെ കേൾക്കത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടും. നല്ല രീതിയാണെന്ന് എനിക്കറിയില്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പാട്ടൊക്കെ പാടും. ആ ഒരു എന്താ പറയാ, ഒച്ചപ്പാട് കിച്ചണിൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവണം, അത്ര തന്നെ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ നമ്മൾ ആ ഒരു, നിങ്ങളൊന്ന് പാത്രം കഴുകുന്ന സമയത്ത് ഒരു ഏതെങ്കിലും നിങ്ങളുടെ ചിന്ത വേറെ എവിടെയെങ്കിലും ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലില്ലേ പെട്ടെന്ന് പണി ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനത്തെ തീർച്ചയായും പാട്ട് വെച്ചിട്ട് ആ പാട്ടിനോട് അനുകരിച്ച് പാടിയിട്ട് പണിയെടുത്താൽ ആ പണി പെട്ടെന്ന് കഴിയും. ആ അതാണ് എന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ കുറെ നാൾ അങ്ങനെ പരീക്ഷിച്ച്, വേറൊരു കാര്യം കുറെ നാൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എക്സാമിന്റെ സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വർഷം ഇതൊക്കെ ഇയേഴ്സ് ഒക്കെ പഠിക്കാനും, പിന്നെ അതുപോലെ ഈ ഹിന്ദിന്റെ ഒക്കെ എക്സാം എഴുതുന്ന സമയത്ത് അതിന്റെയൊക്കെ നോവലിന്റെ പേരും പിന്നെ എന്താ പറയാ, അതുപോലെ കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പാത്രം കഴുകുന്ന സമയം മാറ്റി വെക്കാറുണ്ട്. സത്യമാണത്. പാത്രം കഴുകുമ്പോൾ എന്ത് ചെയ്യും, ഇത് പഠിച്ചെടുത്ത് മൈൻഡ് ഫുൾ അവിടെ ആയിരിക്കും. പാത്രം കഴുകുന്ന വിഷമോ അറിയില്ല, അത് പഠിക്കേണ്ടത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ രണ്ട് കാര്യവും സെറ്റായിട്ട് അങ്ങോട്ട് നടന്നു തീരും. അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ വേറെ ഒരു ടൈം കണ്ടെത്തണം. വേറെ ടൈം ഉണ്ടാവില്ല. വർക്കിംഗ് ആയിരുന്നു ആ ടൈം, ഡേ ടൈം ഒക്കെ സ്കൂളിൽ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യണം. 5 മണിയാവാതെ എന്തായാലും നമുക്ക് ഫ്രീ ആവാൻ പറ്റില്ല. അപ്പൊ പിന്നെ രാത്രി പാത്രം കഴുകുമ്പോൾ ഇതാണ് ടൈം കണ്ടെത്താം. അതുകൊണ്ട് എന്താ, അതിനായിട്ട് ഇനി വേറൊരു ടൈം, അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ആരോടൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലോ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടോന്നുണ്ടെങ്കിൽ എത്ര പണിയെടുത്താലും നമ്മൾ അറിയൂല. അല്ലാത്തപ്പോ പണി തീരെ ചെയ്യില്ല. ചിലപ്പോ ഇല്ലേ വീടൊക്കെ അലങ്കോലായിട്ട് ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാ പണിയും തീർത്ത് വീടൊക്കെ നല്ല തിളങ്ങുന്നുണ്ടാവും. എന്നിട്ട് ഗസ്റ്റ് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. എവിടെ നിന്നാണ് തലവേദന പോയതെന്ന് അറിയില്ല, കാലുവേദന എവിടെയാ പോയതെന്ന് അറിയില്ല അല്ലെ. ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ മതി, ഒരു വേദന ഒരു വയ്യായിക്ക് നോക്കില്ല, വീടൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാവരും ചെയ്യുന്നതാണല്ലേ. അസുഖങ്ങളൊക്കെ നമ്മൾ മറക്കില്ലേ വീട്ടിൽ ഗസ്റ്റ് വരുന്നെന്ന് പറയുമ്പോ. എന്റെ ഉമ്മ പറയല്ലേ ഇടക്കിടക്കേ ഗസ്റ്റ് വരണേന്ന്. വേണ്ട വാജിത, നല്ല പണിയാണത്. വീട് പിന്നെ നമ്മൾ എപ്പോഴും ഒരു കോമൺ ആയിട്ട് അത്ര അത്യാവശ്യം വൃത്തിയിൽ വെച്ചതിനാൽ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ എന്താണ് ബാക്കിയുള്ള ഈ ഫുഡിന്റെ കാര്യങ്ങൾ അതൊക്കെയാണ് ഗസ്റ്റ് വരുമ്പോ ഇത്തിരി ടെൻഷൻ ആവുന്നത്. ഒക്കെ സെറ്റ് ചെയ്യണ്ടേ, ഇത്തിരി പണിയൊക്കെ അധികമായിരിക്കും കിച്ചണിലൊക്കെ. ഇവിടെ നമ്മൾ പറയുന്നത് പഠനം യാന്ത്രികമാക്കില്ല, ഇതൊക്കെ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞതൊക്കെ. പക്ഷെ അത് യാന്ത്രികമാക്കാതിരിക്കാനാണ് ഇൻട്രസ്റ്റിംഗ്, താല്പര്യമായ രീതിയിൽ ചെയ്യുമ്പോൾ യാന്ത്രികമാവില്ല. എന്തിനോട് ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് അതങ്ങനെ തന്നെയാണ്. നമുക്കത് കിട്ടുമ്പോൾ അത് എഫക്ട് ചെയ്യണം. ചിലരുടെ സ്നേഹം നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ നമുക്കറിയില്ല ഇത് സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ബോധം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അത് ഒറിജിനൽ സ്നേഹം അല്ലാത്തതുകൊണ്ടാണ്. യാന്ത്രികമായിട്ടുള്ള സ്നേഹം നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് നമുക്ക് അതിൻ്റെതായ ഒരു ഡെപ്തോട് കൂടിയിട്ട് ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന്. അതാണ് യാന്ത്രികതയും പിന്നെ റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ഇപ്പൊ ഇവിടെ കാര്യങ്ങൾക്ക് പരസ്പര ബന്ധിതമായി അറിയാൻ കഴിയുന്നു. കാര്യങ്ങൾ പരസ്പര ബന്ധിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓരോന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്തിനെ കുറിച്ചും ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ അത് പിടിച്ച് കച്ചത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ച് കയറാറില്ലേ? എക്സ്പേർട്ട് ആണ് നമ്മൾ അതിൽ. CBI പണിക്ക് നമ്മൾ എക്സ്പേർട്ട് ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പരസ്പരമായി കണക്ട് ചെയ്യാൻ അവര് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട് പരസ്പരം. അതായത് ഈ പിന്നെ ഇപ്പൊ കുട്ടിക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ഇപ്പൊ ലൈക്ക് മാത്സ് ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഷേപ്സിനെ കുറിച്ച്.
ഇപ്പൊ എന്തെങ്കിലും ടീച്ചർ ചോദിക്കുകയാണ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ സ്ക്വയറിലുള്ളത് കുട്ടിയുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ കുട്ടി ഐഡന്റിഫൈ ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇരിക്കുന്ന ടേബിള് ബെഞ്ച് ഇതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ കുറെ കാര്യങ്ങൾ നമുക്കിപ്പോ ക്ലാസ് റൂമിന്റെ ഷേപ്പ് എടുത്താൽ തന്നെ സ്ക്വയർ ഷേപ്പിൽ ക്ലാസ് റൂം കിട്ടും. അങ്ങനെ കുട്ടിക്ക് മാത്സ് അവിടെ കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇതന്നെയാണ് പരസ്പര ബന്ധിതമാക്കിയിട്ട് കുട്ടി മനസ്സിലാക്കുക. പിന്നെ ലൈഫിലെ എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ജീവിത അനുഭവങ്ങളുമായിട്ട് കണ്ണു ചേർക്കുക, ലിങ്ക് ചെയ്യുക. നമുക്ക് കുട്ടിക്ക് വീട്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസ്, ഫ്രണ്ട്സിന്റെ അടുത്ത് നെയ്ബേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി എന്തെങ്കിലും ലിങ്ക് ചെയ്യും. ആ ശരിയാണല്ലോ, അതെങ്ങനെയാണല്ലേ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളത് കുട്ടി സ്വയം ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉദ്ഗ്രഥിത സമീപനം സ്വീകരിക്കുക വഴി കുട്ടിക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത് അധ്യാപകർക്ക് അധ്യാപന സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നു. നമ്മൾ പണ്ടത്തെ ടീച്ചേഴ്സ് ക്ലാസ് ഇഷ്ടമല്ലാതെ ക്ലാസ് എടുത്തിട്ട് പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോകും. അവർക്ക് എന്തെങ്കിലും അതിലൊരു ഇഷ്ടം കാണോ? ഇല്ല. അതുപോലെ അത് അവർക്ക് യൂസ്ഫുൾ ആവോ? അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റോ? ഇല്ല. ഇവിടെ എന്താണ് അധ്യാപകർക്ക് കൂടി ഫലപ്രദമാകുന്നത്? എവിടെയാണ് അധ്യാപകർക്ക് കൂടി ഫലപ്രദമാകുന്നു എന്ന് പറയുന്നത്? അവര് ഈ ഇൻട്രസ്റ്റിംഗ് കുട്ടികളോട് ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾക്ക് ഒരാള് സ്നേഹം തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്നേഹം മനസ്സറിഞ്ഞ് തരുന്നതാണെങ്കിൽ അത് അവർക്കും ഫീൽ ചെയ്യും, നമുക്കും ഫീൽ ചെയ്യും. അല്ലെങ്കിൽ എന്താണ് ഇത് ഏൽക്കുന്ന നമുക്കൊരു പിന്നെ എന്താണ് എഫക്റ്റ് ചെയ്യില്ല, അതിന്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. നമുക്ക് എന്തോ ഒരു ആരോ വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തരുന്ന ആൾക്കോ വെറുതെ ഞാൻ കൊടുക്കുകയാണ്, ഞാൻ അഭിനയിക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അവർക്കും ഫീലിംഗ് ഇല്ല, നമുക്കും അതിന്റെ ഒരു ഇത് കിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞതുപോലെ അധ്യാപകർക്കും ഗുണം ചെയ്യണം, കുട്ടിക്കും കൊടുക്കുന്നവർക്കും. ഗിവ് ആൻഡ് ടേക്ക് ആണ് ഇവിടെ, കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ടീച്ചർക്ക് ആദ്യം ക്ലാസ്സിൽ ഇഷ്ടത്തോടു കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ പറ്റണം. അതിനാണ് ടീച്ചിങ് സ്കില്ല് എന്ന് പറയുന്നത്. ആ സ്കില്ല് ഇല്ലാതെ ടീച്ചർക്ക് ഇഷ്ടത്തോടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇത് ആരാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ക്യാമറ കട്ടാവണില്ലല്ലോ? ഇല്ല. ഇവിടെ ഉദ്ഗ്രഥിത സമീപനത്തിൽ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ, അതായത് നമ്മള് ഈ പിന്നെ കുട്ടികൾക്ക് ഈ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് അതിന് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പിന്നെ അതായത് എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിക്ക് എന്തൊക്കെ ശേഷികൾ വേണം? കുട്ടി വായിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം, മനസ്സിലാക്കാൻ പഠിക്കണം, നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള മൈൻഡ് വേണം. അതുകൊണ്ടാണ് കുട്ടീനോട് കൂടുതൽ നമ്മൾ സംസാരിക്കാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ പിന്നെ അതിനനുയോജ്യമായ ആശയ മേഖലകൾ കണ്ടെത്തുന്നു. ഉത്സവം, വീട്, വാഹനങ്ങൾ, വസ്ത്രം, ജന്തുക്കൾ, ഇതൊക്കെ ഒരു ആശയം. കുട്ടിനോട് പറയാം ഇന്ന് നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട്, ആ ഉത്സവത്തിനെ കുറിച്ച് കുട്ടി സംസാരിക്കുമ്പോൾ അതിനുള്ള ഒരു ചാൻസ് കൊടുക്കാം. അതുപോലെ കുട്ടീന്റെ വീടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ചാൻസ് കൊടുക്കാം. വാഹനങ്ങൾ അല്ലെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വെഹിക്കിൾസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്, അതിനെ കുറിച്ച് സംസാരിക്കാം. എങ്ങനെയാ സ്കൂളിൽ എല്ലാവരും വരുന്നേ? ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ കുട്ടി ഞാൻ നടന്നിട്ടാ വരുന്നത്, അച്ഛന്റെ ബൈക്കിലാ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ അച്ഛന്റെ കൂടെ കാറിലാ വരുന്നത്, ഓട്ടോയില് അങ്കിള് കൊണ്ടുവിടുന്നത്. ഇപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, റിക്ഷ, കാറ്, 2 വീലർ, 4 വീലർ, 3 വീലർ, ഇതിന്റെ ഒക്കെ കുട്ടി മനസ്സിലാക്കിയില്ലേ? കുട്ടി അതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പൊ അവിടെ വാഹനത്തിൻ്റെതായി വസ്ത്രങ്ങൾ, നിറങ്ങൾ, യൂണിഫോം ഉണ്ട്, സ്പെഷ്യൽ ഡേയ്സിൽ സ്പെഷ്യൽ കളർ ഡ്രസ് ഇടുന്നുണ്ട്, അപ്പൊ അതിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടി. പിന്നെ ജന്തുക്കള് അല്ലെ, ആദ്യം തന്നെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിന്നെ എന്താണ് ഇഴജന്തുക്കളെ കുറിച്ചിട്ടാണ്. അതായത് കുട്ടിനോട് പറഞ്ഞു കൊടുക്കുക, സ്നേക്ക് ഇതൊക്കെ ഉള്ളത് വഴിയിൽ നടന്നു വരുന്ന പിന്നെ കുട്ടികൾ ഉണ്ടാവും അല്ലെ, ബൈ വാക്കിങ് സ്കൂളിൽ എത്തുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കുട്ടിക്ക് എല്ലാത്തിനെ കുറിച്ചും കുട്ടികൾക്ക് ഒരു ഐഡിയ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ കുട്ടികളുമായിട്ട് സംസാരിക്കുക, ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം പിന്നെ അഭിപ്രായങ്ങൾ കേൾക്കുകയും പങ്കുവയ്ക്കുകയും ഷെയർ ചെയ്യുന്നത് അല്ലെ, അതിനെ കുറിച്ച് കുട്ടിക്ക് ഐഡിയ ഉണ്ടാവുന്നത്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് ചിലപ്പോൾ പാരന്റ്സ് കുട്ടിനോട് സംസാരിച്ചൊന്നും വരില്ല. ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടി വേറൊരു ലോകം കാണിച്ചു കൊടുക്കാനുള്ള ഒരാളാണ് അധ്യാപിക എന്ന് പറയുന്നത്. അപ്പൊ ഈ ആശയ മേഖലകളിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട
അംശങ്ങൾ കണ്ടെത്തുന്നു. നമ്മൾ തന്നെ അതിന്റെ ഓരോരോ വഴികൾ കണ്ടെത്തുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് കുട്ടിക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കുട്ടി തന്നെ സ്വയം ചിന്തിച്ചിട്ട് ആ ഒരു പ്രശ്ന പരിഹാര രീതി കണ്ടെത്തുന്നുണ്ട്. അതുപോലെ പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു വിഷയം കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി ചിന്തിച്ച് കണ്ടെത്തും. ഇങ്ങനെ നിശ്ചിത നിലവാരത്തിലുള്ള ശേഷികൾക്ക് വേണ്ടി ഈ അംശങ്ങളെ പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നു. ഇതാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുക, ഒരു ടോപ്പിക് ടീച്ചർ കൊടുക്കുക, ഇതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ആവശ്യബോധവും താല്പര്യവും ഉണർത്തുന്നതിന് പ്രവർത്തനങ്ങളെ ഒരു ലഘു പ്രൊജക്റ്റായി അവതരിപ്പിക്കാവുന്നതാണ്. അസൈൻമെന്റ്, സെമിനാർ ഇതൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചാർട്ട് വർക്ക്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ചാർട്ട് വർക്ക് ഒക്കെ കൊടുക്കാം. കുറച്ച് പിന്നെ സീസൺസിന്റെ ഒക്കെ നെയിം എഴുതിയിട്ട് അതിന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് അതിന്റെ താഴെ എഴുതുക. അപ്പൊ കുട്ടി കണ്ട് പഠിക്കുമ്പോ പെട്ടെന്ന് അതിന്റെ പേര് കാണുമ്പോ അങ്ങനെ പഠിച്ചു വരും. ഒരു വർക്കായിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അതിൽ ഇവിടെ പറയുന്നത് എന്താണ്? പ്രോജക്റ്റായി അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ പരസ്പരമായിട്ട് എന്താണ്, പരസ്പര ബന്ധിതമാകുന്നു, കണക്റ്റഡ് ആവുന്നു അല്ലെ. ഈച്ച് വർക്ക്സ് ആർ കണക്റ്റഡ് ഇൻ എ വേ, ഒരു വഴിയിലൂടെ. ഒരു പിന്നെ കുട്ടിക്ക് വർക്ക് ഏത് വർക്കാണ് കൊടുക്കുന്നത് ആ ഒരു വേയിലൂടെ കണക്റ്റഡ് ആകും. ലൈക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ചാർട്ട് വർക്ക് ആവട്ടെ, ചെറിയ കുട്ടികൾക്ക് ഈ പ്രൊജക്ട് അസൈൻമെന്റ് ഒന്നും അത്ര ദഹിക്കില്ല അല്ലെ. പിന്നെ എന്തെങ്കിലും പേസ്റ്റ് ചെയ്ത് വരാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. ചെറിയ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ വീട്ടിൽ നിന്ന് ഓരോരാൾ ഓരോ ടൈപ്പ് ഫ്രൂട്ട്സ് കൊണ്ടുവരിക. അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിൽ കറികൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ റോ വെജിറ്റബിൾസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിട്ട് വരാൻ പറഞ്ഞക്കല്ല കുട്ടി, പാരന്റ്സ് ആണ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ചീത്ത ഉണ്ടാക്കാറില്ലേ അങ്ങനെ വെജിറ്റബിൾസ് കുട്ടികൾ കഴിക്കാൻ വേണ്ടിട്ട് ഓരോ ടൈപ്പ് കറികൾ ഉണ്ടാക്കി വരിക, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസ് അവർക്ക് വേണ്ടത്, അതായത് സ്കൂളില് ക്ലാസ്സിന് വേണ്ടിട്ടല്ല, അവർക്ക് വേണ്ടത് എന്തെങ്കിലും ഉണ്ടാക്കി തരാനൊക്കെ കൊടുക്കാവുന്നതാണ്. ഇന്ന ദിവസം ഇന്ന വെജിറ്റബിൾ വെച്ചിട്ട് കറി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ചെയ്യിക്കാറില്ല സാധാരണ പലഹാരം. അതുപോലെ വെജിറ്റബിൾ ഡേ, ഫ്രൂട്ട്സ് ഡേ ഒക്കെ ഉണ്ടാവും. ആ സ്പെഷ്യൽ ഡേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സോ അതുപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം നിങ്ങൾക്ക് കഴിക്കാനുള്ളത്. ഇതില്ല അത് സ്കൂളിൽ ടീച്ചേഴ്സിന് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ എല്ലാ പേരന്റ്സും ഒരുപോലെ അല്ലേ. ചില പേരന്റ്സ് പറയും ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ തരുന്നത് എനിക്ക് ആവുന്നില്ല, ഒരാൾക്ക് കൊടുക്കുന്ന പോലെ അല്ല 5 പേരുടെ അല്ലെ 10 പേരുടെ ലഞ്ച് ബോക്സ് എന്നൊക്കെ പറയുമ്പോന്നൊക്കെ പറഞ്ഞ് അതൊരു പ്രശ്നമാവും. അതുകൊണ്ട് സ്പെഷ്യൽ ഡേയില് ആ ഒരു സ്പെഷ്യൽ ഐറ്റം അവർക്ക് വേണ്ടിയിട്ട് അവര് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറയുന്നത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവര് ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ, പേരൻസ് അല്ല കുട്ടി ഇൻക്ലൂഡ് ആവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കൊടുക്കുന്നത്. എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ കുട്ടിക്ക് കുറച്ച് നെയിംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ വീട്ടിലുള്ള ആ ഒരു ലെറ്റർ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ലെറ്ററിൽ തുടങ്ങുന്ന വസ്തുക്കൾ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഔട്ട് തയ്യാറാക്കാം. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും കേട്ടോ. എന്റെ ഇവിടുത്തെ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഞാൻ സംസാരിക്കുകയും ചെയ്യും, പിന്നെ സംസാരിക്കുമ്പോ എന്തോ ഒരു ഉള്ളിൽ എന്തോ ഒരു മനക്കുത്തലും ഉണ്ടാവും, പിന്നെ സംസാരിക്കും. ഇതൊക്കെയാണ് ഞാൻ, പൊട്ടത്തിയായ ഞാൻ. കഴിഞ്ഞുട്ടോ. എന്റെ ഉമ്മയ്ക്കാണെങ്കിൽ നല്ല ചീത്ത പറയും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വായ തുറന്നില്ല. അത് നമുക്ക് ലാസ്റ്റ് ആണ് എഫക്ട് ചെയ്യുക. അതെ, സത്യാണിത്. നമ്മുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് നമുക്ക് നന്നായി അത് എഫക്ട് ചെയ്യും. ഞാൻ കുറെ നാള് സംസാരിക്കാറുണ്ടായിരുന്നില്ല സുഫേജ, അതുപോലെ തന്നെ പിന്നെ കറക്റ്റ് എല്ലാം ചൊല്ലിയും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ അതൊക്കെ എന്താണെന്ന് അറിയില്ല, ഞാൻ വേറൊരു ഇതിലോട്ട് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളൊരു ഇതിലേക്ക് പോവുമല്ലോ. ഇപ്പൊ അങ്ങനെ കൂടുതൽ ഒരു ഇതിലേക്ക് ചിന്തിക്കാറില്ല. നമുക്ക് വിഷയം മാറ്റാം. പിന്നെ കുട്ടിക്ക് വിവിധ ശേഷികൾ കിട്ടുന്നുണ്ടോ എന്നതിലാണ് അധ്യാപകന്റെ ശ്രദ്ധ. അതായത് കുട്ടിക്ക് ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് കിട്ടുന്ന ഒരു നോളജ് അല്ലാതെ അതിന് പുറമേ ഉള്ളത് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള നോളജ് കിട്ടുന്നുണ്ടോ എന്ന് അധ്യാപകർ ശ്രദ്ധിക്കണം. പിന്നെ ഉദ്ഗ്രഥനം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവിക പ്രവർത്തനവും അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ശേഷി വികസനത്തിനുള്ള ഒരു തന്ത്രവുമാണ്. അതായത് കുട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട്
കുട്ടിക്ക് അതെന്തോ വലിയ സംഭവമായിട്ടാണ് ഇത്ര ആക്ടിവിറ്റീസ് ഒക്കെ കിട്ടണമെന്ന് തോന്നാൻ പാടില്ല. പക്ഷെ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശേഷി വികസനം, അവന്റെ ഒരു കഴിവ് അല്ലെ, അധ്യാപകനെ അത്രയും ഏബിൾ ആക്കി എടുക്കുകയാണ് ഓരോ കാര്യത്തിനും. അപ്പൊ അധ്യാപകന്റെ ശേഷി വികസനത്തിനുള്ള ഒരു തന്ത്രവുമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെന്താണ്, എല്ലാ പാഠങ്ങളിലും എല്ലാ വിഷയങ്ങളുടെയും ഉദ്ഗ്രഥനം ഉണ്ടായെന്ന് വരില്ല. എല്ലാ പാഠങ്ങളിലും എല്ലാ വിഷയങ്ങൾക്കും അത്രയും ആക്ടിവിറ്റീസും സംഗതികളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ്, എന്നാൽ ഓരോ പാഠത്തെയും വിവിധ കരിക്കുലം ശേഷികൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉദ്ഗ്രഥന പ്രവർത്തനങ്ങളാക്കി അവതരിപ്പിക്കാൻ ടീച്ചർക്ക് കഴിയും. ഇപ്പൊ ടീച്ചർ എന്ത് വേണം, ഓരോ ചാപ്റ്റർ നിങ്ങൾ ഇവിടെ ആരാണ് മ്യൂട്ട് ചെയ്യാത്തവര്? സുഫേജ് തന്നെയാണെന്ന് തോന്നുന്നു, വേറെ എല്ലാവരും മ്യൂട്ടാണ്. ഇവിടെ ടീച്ചർ എന്ത് വേണം, നമ്മള് ടീച്ചേഴ്സ് എപ്പോഴും എന്ത് ക്ലാസ് എടുത്തു കൊടുത്താലും അതുമായി റിലേറ്റഡ് ആയിട്ട് കുട്ടിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒരു ചാപ്റ്റർ, ഒരു യൂണിറ്റ് വൈസ് ആയിട്ട് ഒരു യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി എങ്കിലും കൊടുത്തിരിക്കണം. കാരണം എന്താണ്, ഒന്നുമില്ലാതെ ചാപ്റ്റർ ഇങ്ങനെ എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. കുട്ടിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള ഒരു സോങ്, ഒരു റൈംസ്, ഇവിടെ ഒരു റൈംസ് എടുക്കുകയാണെങ്കിൽ കൂടി ആ റൈംസിലുള്ള റൈമിംഗ് വേർഡ്സ് അല്ലെ, പിന്നെ അതുപോലെ എന്തെങ്കിലും ന്യൂ വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാനോ, അതന്നെ ഒരു ആക്ടിവിറ്റിയാണ്, ചെറിയ ആക്ടിവിറ്റി. പക്ഷെ കുട്ടി അവിടെയുള്ള ന്യൂ വേർഡ്സും അതിന്റെ മീനിങ്ങും ഈസിക്ക് പഠിക്കുന്നുണ്ട്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകന്റെ ടീച്ചിങ് സ്കില്ല് ഡെവലപ്മെന്റ് കൂടിയാണ് ഇത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അബ്രോഡ് അല്ലേ ഇല്ലേ മിസ്സേ? ഓരോ കുട്ടിക്ക് ഇതിനെ കുറിച്ച് കുട്ടിക്കല്ല വർക്ക് കൊടുക്കുക, അവരുടെ പേരൻസ് ചെയ്ത് കൊടുക്കേണ്ട വർക്കാണ് കൊടുക്കുക. അതാണ് കുട്ടികള്, എബ്രോഡിലെ കുട്ടികൾ കുറച്ചുകൂടി എന്താ പറയാ, അത്രയും എല്ലാത്തിനും നമ്മള് നാട്ടിലെ കുട്ടികളൊക്കെ മത്സരിച്ച് നോക്കിയേ, കുറെയൊക്കെ പിറകോട്ടായിരിക്കും. അതുകൊണ്ട് അവര് എന്താണ് നാട്ടില് വന്നാല് നാട്ടിലെ കുട്ടികളുമായിട്ട് അവർക്ക് യോജിക്കാൻ കഴിയൂല, പറ്റില്ല. കാരണം ഇവിടെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാല് ഞാൻ പറയാം, എന്തെങ്കിലും ഒരു ജീവി മുന്നിൽ വന്ന് പെട്ടു, നമ്മളുടെ നാട്ടിലെ കുട്ടികളാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും. ഒന്നുമില്ലെങ്കിൽ അമ്മേനെ വിളിച്ച് കരയും, അല്ലെങ്കിൽ ഓടെങ്കിലും പിന്തിരിഞ്ഞ് ഓടെങ്കിലും ചെയ്യും. ഈ കുട്ടി ചിലപ്പോ അവിടെ സ്റ്റക്ക് ആയിരിക്കും, ചിലപ്പോ എന്റെ കരയാനുള്ള അനിയൻ പറയായിരുന്നു, ശ്വാസം പോലും എടുക്കാനുള്ള ഒരു അത്രയും സത്യാണത്. സ്റ്റക്കായിട്ട് നിന്നിട്ട് എന്റെ അതിനെ മക്കള് സത്യാണ്. ഞാനിപ്പോ ഇവിടെ സത്യാണത്, കേട്ടോ. പാരന്റ്സ് ആയിട്ട് സത്യം. കുറച്ചുകൂടി മിങ്കിളാകുന്ന കുട്ടി മാറ്റം ഉണ്ടാവും. അതല്ല ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇതാക്കുന്ന കുട്ടിയാണെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും അവൻ എന്റെ അല്ല, മാം, എന്റെ ഞാനിവിടെ അനിയൻ അനുഭവിക്കുന്നുണ്ട്. പറയായിരുന്നു, കാരണം പുറത്തുനിന്ന് ഒരു ജീവിനെയും കാണാണ്ട് ഇവിടെ വന്നിട്ട് ഈ കൂറ വണ്ണാൻ അതൊക്കെ കാണുമ്പോ തന്നെ ഇവിടെ കൂക്കി സൗണ്ട് ഉണ്ടാക്കി ഭയങ്കര പ്രശ്നം. ആരാ അതിന്റെ എന്റെ ഇടയ്ക്ക് എന്തോ അനിയൻ പറയും, പറയുന്നുണ്ടല്ലോ? ഞാനാണ്, എന്റെ അനിയൻ പറയുന്നത്, എന്റെ മക്കള് ബ്രോയിലറാണ്, ഇവിടെ ഉള്ളത് ലഗോണാന്ന് പറയും. അപ്പൊ എന്റെ മക്കള് ഗൾഫിൽ നിന്ന് പഠിച്ചു വന്നാലേ ഒന്നും അറിയില്ല, അപ്പൊ എന്നോട് പറയാം, എന്റെ മക്കള് ബ്രോയിലറാണ്, ഞങ്ങളെ മക്കളെ കണ്ട് പഠിക്കും, ഞങ്ങളൊക്കെ ലഗോണാണ്, കുറെ ടേസ്റ്റ് കൂടുതലാണ്, അതുപോലെ ഒന്നും അറിയും, ഒന്നും അറിയില്ല എന്ന് പറയും. ഒരു പേടിയാണ് എല്ലാത്തിനെ, ഒരു കൂറനെ കണ്ട സ്പൈഡർ എന്നൊക്കെ അതുണ്ടാവും ആ പറഞ്ഞ് ഒരു കരയും. പേടി. പക്ഷെ ആ കുട്ടികളെ ഒന്നും അറിയില്ല എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തണ്ട. അവർക്കും ആ ഒരു ജനറ്റിക്കലി ഉള്ള ഒരു ചിന്താശേഷിയും കാര്യങ്ങളൊക്കെ പക്ഷെ ഉണ്ടാവും. പക്ഷെ സ്നേഹം കൂടും. ഏറ്റവും കൂടുതൽ അബ്രോഡുള്ള മക്കൾക്കാണ് പാരന്റ്സ് ആയിട്ട് അറ്റാച്ച്മെന്റ്, സ്നേഹം കൂടുതൽ അറ്റാച്ച്മെന്റ് വരും. ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ അവര് നമ്മളെപ്പോഴും നമ്മള് കൂടുതൽ ഡിപ്പെൻഡഡ് ആയിരിക്കും. അവര് പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന കുട്ടികളായിരിക്കും. കുറച്ചുകൂടി ഫ്രണ്ട്സ് സർക്കിൾ ആ ഒരു ഇതിനേക്കാൾ കൂടുതൽ പാരന്റ്സ് ആണ് അവരുടെ ലോകം. അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷെ അതും കുറെയൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം പാരന്റ്സിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെട്ട് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലല്ലാതെ ആവും. നാട്ടിലെ കുട്ടികളാണെങ്കിലോ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പടവെട്ടി അങ്ങോട്ട് ജീവിച്ചോളും. കാരണം അതൊന്നും ഒരു വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ നമ്മളുടെ ഫാമിലിയിലായാൽ പോലും നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ചുകൂടി പിന്നെ ആൾക്കാർ അബ്രോഡിൽ നിന്ന് മാറിയിട്ട് നാട്ടിലൊരു ചെറിയൊരു കുട്ടിക്കാലം അവരെ ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്താ, കുറച്ചുകൂടി മാനുഷികമായിട്ടുള്ള ആ ഒരു പിന്നെ ഇതൊക്കെ കുറച്ച് ആ ഒരു അപ്രോച്ച് ഉണ്ടാവട്ടെ കരുതിയിട്ടാണ്. അത് വീട്ടിൽ ഒരാള് വന്നാൽ തന്നെ അത് അബ്രോഡുള്ള കുട്ടികളെ അടുത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അവര് വന്നിട്ട് പറയും ഉമ്മ ഏതോ അങ്കിള് വന്നിട്ടാന്ന്.
ഇവിടെ നാട്ടിലുള്ള കുട്ടികളാണെങ്കിൽ പോയി ചോദിക്കും, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരാന്ന്, എന്തിനു വന്നാന്ന് കുട്ടികൾ പോയി ചോദിക്കും. അതെ ശരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് കരുതി നമ്മൾ അബ്രോഡിലെ കുട്ടികളൊന്നും മോശക്കാരൊന്നുമല്ല, നല്ല കുട്ടികളാണ്. ഭയങ്കര സ്നേഹമില്ല കുട്ടികളായിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. സ്നേഹം മീൻസ് പാരന്റ്സിനോട് കുറച്ചുകൂടി കെയറിങ് ആയിരിക്കും. കാരണം അവരുടെ ലോകം എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു ഇത് എന്തായാലും കാണിക്കും. പറഞ്ഞതുപോലെ ഗ്രാൻഡ് പാരന്റ്സും മറ്റ് അങ്കിൾസ് ആന്റീസ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് ഇതൊന്നും ആ ഒരു ആയിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ലാതെ വളർന്നത് കൊണ്ട് തന്നെ പാരന്റ്സിനോട് കൂടുതൽ ഇതായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ വശങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ സൈക്കോളജിക്കലി അവരെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നുമില്ല. കുറച്ച് സംസാരിക്കാം അവരോട്, അവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, ഇപ്പൊ തന്നെ അവർ ഓക്കെ ആയിക്കോളും. പിന്നെ ഇവിടെ പറയുന്നത് പിന്നെ ടീച്ചേഴ്സ് എന്ത് വേണം, ടീച്ചേഴ്സ് കുട്ടികൾക്ക് 4 ക്ലാസ്സുകളിൽ വിവിധ വിഷയങ്ങളാണ് പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ നിരവധി സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് നമുക്ക് കുട്ടികളെ കൂട്ടിയിട്ട് ക്ലാസ്സിന് പുറത്തു പോയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് നമ്മൾ ഒന്ന് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പുറത്തു പോയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി എനർജറ്റിക് ആവും, ഇൻട്രസ്റ്റിംഗ് ആവും. ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒന്ന് പെട്ടെന്ന് സഡൻലി എഴുന്നേറ്റിട്ടൊന്ന് ആക്റ്റീവായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളുടെ കൂടെ വരും. പുറത്തു പോയിട്ട് എന്തെങ്കിലും വർക്ക് കൊടുക്കും. അപ്പൊ നമ്മളൊരു 3-4 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ ചാപ്റ്റർ ഒക്കെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കുട്ടിക്ക് പുറത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് കൊടുക്കുക. അപ്പൊ കുറച്ചുകൂടി കുട്ടി എന്താവും, ആ എല്ലാ ചാപ്റ്ററും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്താൽ അത് മാത്രം മതി. അപ്പൊ ഇവിടെ എന്താണ്, എല്ലാം കൂടി ബന്ധിപ്പിക്കുവാൻ എന്തോ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാറുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ എല്ലാ സ്കൂളും കേട്ടോ, ചില സ്കൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ലടാ. അവിടെ ഒരു ടീച്ചർ നല്ല ഉത്തരവാദിത്വമുള്ള ടീച്ചർ, പിന്നെ അത്രയും ആക്റ്റീവായിട്ട് റെസ്പോൺസിബിലിറ്റി എല്ലാം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ക്ലാസ്സുകൾ കാണുമ്പോൾ തോന്നും എനിക്ക് ഇനി സ്കൂളിൽ വർക്ക് ചെയ്യണ്ട. ഞാൻ അനുഭവം ഗുരുവായിട്ട് പറയണതാണ്. കാരണം എന്താണെന്ന് അറിയാം, നമ്മളൊരു പിന്നെ സ്കൂളിലോട്ട് ജോയിൻ ചെയ്തു. അവിടെ ഓൾറെഡി ഉള്ള ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ കയറൂല കുട്ടികൾ. ഗവൺമെന്റ് സ്കൂളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പാരന്റ്സ് പോകുമ്പോ ഇല്ല പോലെ അല്ല കേട്ടോ. ഒരു പിന്നെ അൺഎക്സ്പെക്ടഡ് വിസിറ്റ് നടത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില സ്കൂളും അല്ല, ചില സ്കൂള് എന്താ അവസ്ഥ എന്നറിയോ, കുട്ടികൾ ബെഞ്ചിൽ മുഖം വെച്ച് കിടക്കണുണ്ടാവും, അല്ലെങ്കിൽ കളരും പോലീസും കളിക്കണുണ്ടാവും. അതും അല്ലെങ്കിൽ എന്താ പുസ്തകങ്ങൾ എടുത്ത് ഈ പിന്നെ എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ച, ഈ അക്ഷരങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഒരു അക്ഷരം പറയും, ഒരു കാന്നില്ല അക്ഷരാണെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പെൻസിലോണ്ട് ചെയ്യും. എന്നിട്ട് ടീച്ചേഴ്സ് പോകുമ്പോ അത് മായ്ച്ചു കളയും. നമ്മള് PSC ബബിൾ ചെയ്യും പോലെ, ബബിൾ ചെയ്യുന്നത് പോലെ കാന്നില്ല അക്ഷരമാട്ടെ, ഒരക്ഷരം ഏത് അക്ഷരം ആവട്ടെ, കായോ ബായോ എന്തെങ്കിലും ആവട്ടെ, ആ ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അക്ഷരം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വെട്ടി 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 എനിക്ക് 10 പാസ് എന്ന് പറയും. ഈ 10 പാസ് എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റി അല്ലേ, ന്യൂസ് പേപ്പേഴ്സിനൊക്കെ ലെറ്റേഴ്സും ന്യൂസ് പേപ്പേഴ്സിൽ നമ്മൾ ലെറ്റർ അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടാണ് ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നത്, ഇത് കളിക്കണത് മീൻസ്. പക്ഷേ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ക്ലാസ് റൂമിൽ ഈർക്കലും കോലും വെച്ചിട്ട് കളിക്കുക, പിന്നെ പെൻസിൽ എടുത്തിട്ട് അതിനെ കൊണ്ട് വേറൊരു കളി. പിന്നെ ഇങ്ങനെയുള്ള കുറെ അവരുടേതായിട്ടുള്ള കുറെ കളികൾ ഉണ്ടാവും ഗ്രാമപ്രദേശങ്ങളിൽ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ക്ലാസ്സിൽ ഉത്തരവാദിത്വ പോകില്ലാത്ത ടീച്ചേഴ്സ് എക്സാം ആവുമ്പോൾ മാത്രമേ എന്തെങ്കിലും ചാപ്റ്റർ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടി നോട്ട്സ് ഒക്കെ കൊടുത്ത് ക്ലാസ് എടുക്കില്ല, ആ ഭാഗത്തേക്ക് പോയില്ല. നോട്ട്സ് എന്തെങ്കിലും എക്സാം ആവുമ്പോൾ കൊടുക്കും. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരാൾ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ഇത് കാണുമ്പോൾ എല്ലാം കൂടി അവന്റെ തലയിലാവും, അല്ലെങ്കിൽ എന്താ പറയാ മടുപ്പ് തോന്നിപ്പോവും മറ്റു ടീച്ചേഴ്സിന്റെ ആ ഒരു അപ്രോച്ച് കാണുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഗവൺമെന്റ് സ്കൂൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ പരിസരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെള്ളവും ചളിയൊക്കെ കയറിയിട്ട്, ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. കുറെ കല്ലുണ്ട്, കല്ലിന്റെ മുകളിലൂടെ ഇങ്ങനെ തുള്ളി 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 വേണം അവിടത്തേക്ക് കയറിപ്പോവാൻ. അതൊക്കെ പണ്ട് ഇപ്പൊ എല്ലാം ഹൈടെക് ആണ്. ഒരു ഹൈടെക് ഇല്ലടാ, ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഏരിയയിൽ നമ്മളെ നാട്ടിലൊക്കെ ഇന്റർലോക്ക് മിസ്സേ, ഗവൺമെന്റ് സ്കൂളിൽ ഇന്റർലോക്ക് ആയാലും മഴ പെയ്തിന് വെള്ളം കയറുന്ന സ്കൂളാണ് മിക്കതും. അപ്പൊ ഇന്റർലോക്കിലും കല്ല് കൊണ്ടിടും. എന്നിട്ട് ഈ കല്ലിന്റെ മുകളിലൂടെ എന്താണ് വെള്ളം
ഏതോ ഒരു സിനിമയില് മറ്റേ മാള പറഞ്ഞിട്ട് തുള്ളി തുള്ളി പോകുന്നില്ലേ? മാള തന്നെയാണ് പപ്പു ആണോ എനിക്ക് ഓർമ്മയില്ല. വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തുള്ളി 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 അതന്നെ മറ്റേ ഇതില് എന്താ പറയാ സ്കൂളിന്റെ മറ്റേ വരാന്തയിലൊക്കെ മറ്റേ ഇത്തിരി പാടാണ്. ഒരു മുറൻ വന്ന് പത്തായ ആ ഒരു മുறை വന്ന് പാത്തായ അതന്നെ സംഭവം. അതില് പറയണ പോലെ ഇങ്ങനെ തുള്ളി തുള്ളി പോയിട്ട് സ്കൂളിന്റെ വരാന്തയില് ലാസ്റ്റ് എത്തണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നമ്മളോട് കേട്ടോ സാലറി സ്കെയില് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് എത്ര നമ്മളെ നാട്ടിലൊക്കെ സാലറി സ്കൂൾ സ്കെയിൽ നല്ല മത്സരങ്ങളാ. സാലറി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് സാലറി എനിക്ക് നല്ല സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ നമ്മളെ സ്കൂളിലും നമ്മളെ നാട്ടിലൊക്കെ വെച്ചാൽ സ്കൂളുകൾ തമ്മിൽ മത്സരം, ഹൈസ്കൂളിൽ ഫുള്ള് മാർക്ക് വേണം അങ്ങനെ പക്ഷെ അങ്ങനെ ആയിട്ട്. ആൾക്കാർ ഇനി എന്തായാലും ക്ലാസ് റൂം ഒക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. നമ്മള് പിന്നെ എന്താ പറയാ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരുതരം എന്തോ ഒരു ഇരുട്ടടിച്ച ക്ലാസ് റൂം ഒക്കെ ആയിരുന്നു. നമ്മള് പ്രൈവറ്റ് സ്കൂളിന്റെ ആ ഒരു ഇതൊന്നും ഇല്ല. എന്താണ് ഭയങ്കര ഒരു പിന്നെ ഇതുപോലെയല്ല. അപ്പൊ എന്താ പറയാ അത്രയും ഡെവലപ്മെന്റ്സ് ഒന്നും നടക്കാത്ത ഒരു ഇതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില സ്കൂളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കണുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ കുഗ്രാമത്തിലാണോ? നമ്മളെ നാട്ടിലൊക്കെ നല്ല ഹൈടെക് സ്കൂളാണ്, ഫുള്ളും ചെടിയും നല്ല അടിപൊളി ഗാർഡനും എല്ലാം അടിപൊളി. അതാ നമ്മളെ പറയണത് ഗവൺമെന്റ് നമ്മളില്ലേ പ്രൈവറ്റിനായിട്ട് ഗവൺമെന്റ് ആണ്. വിചാരിച്ച സ്കൂളില് നമുക്ക് കിട്ടില്ല. അതാണ് അല്ല കിട്ടുന്ന നമുക്ക് സ്കൂള് ഗവൺമെന്റ് സ്കൂളിൽ കിട്ടാണെന്ന് വെച്ചോ KG സെക്ഷനില്, അപ്പം സാലറി സ്കെയിൽ എത്ര അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എത്ര സാലറി പറയണ്ടേ? നിങ്ങളുടെ ഇത് വെച്ചിട്ട് പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ ഗവൺമെന്റ് സാലറി കിട്ടില്ല. കേട്ടറ്റ് നിർബന്ധമാണ്. കേട്ടറ്റ് ഇല്ലാതെ എന്തായാലും ഗവൺമെന്റ് സാലറി കിട്ടില്ല. അത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നിങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യാം. പിന്നെ അതായത് ഡെയിലി വേജസിനോ അല്ലെങ്കിൽ അതല്ല എന്തെങ്കിലും എമർജൻസി പോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ടീച്ചർ പിന്നെ നമ്മൾ വർക്ക് ചെയ്ത സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ടീച്ചറുടെ മോന്റെ പിന്നെ അങ്ങനെ കല്യാണം അങ്ങനെ അല്ലെങ്കിൽ വീണ് കാല് പൊട്ടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിക്കവർ ആവുന്ന ആ ഒരു ടൈം ലീവിലുള്ള ടൈം മറ്റു ടീച്ചേഴ്സിനെ എമർജൻസി ആയിട്ട് അവിടെ നിയമിക്കും. പക്ഷെ എന്താണെന്ന് അറിയോ, സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്കല്ല ക്രെഡിറ്റ് ആവുന്നത്. ഈ അവിടെ വർക്ക് ചെയ്ത് ഓൾറെഡി ഗവൺമെന്റ് പോസ്റ്റ് ചെയ്ത ടീച്ചറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ടീച്ചർക്ക് 55-60 സാലറി ഉണ്ടെങ്കിൽ ആ ടീച്ചർ ആ സാലറി എടുത്തിട്ട് 10,000 10 അത്രയും തരും, 15 അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് തരും. 7,000 ആണ് ഇപ്പൊ നമുക്ക് സാലറി അതുമല്ല സ്കെയിൽ ഇവര് വണ്ടിയിൽ നിന്ന് വീണില്ല, പറയുന്നത്. ഇവർക്കൊന്നും അസുഖമില്ല, വീട്ടിൽ നിന്ന് എഴുതി വീണില്ല, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എമർജൻസി ആയിട്ട് മറ്റ് ടീച്ചേഴ്സിനെ എടുക്കുന്നത്. കേട്ടിട്ടൊന്നും ഇല്ലാതെ ഗവൺമെന്റ് അറിയാതെ വെക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വെച്ച് നിങ്ങൾ ഒരു ടീച്ചർ അവിടെ ഒരു 5-6 മാസത്തേക്ക് എടുത്തു എന്ന് തന്നെ കരുതിക്കോ. പക്ഷെ ആ ടീച്ചർക്ക് ഒരിക്കലും ഗവൺമെന്റ് സാലറിക്ക് ഓക്കെ അല്ല. കാരണം അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ വരും. അല്ല പിന്നെ മിസ്സേ, ഗവൺമെന്റ് ഇപ്പൊ 7,000 ഒക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു സാലറി ആണോ നമുക്ക്? ഗവൺമെന്റിൽ ഒരിക്കലും 7,000 സാലറി ഒരു ടീച്ചർക്കും കിട്ടില്ല. കാരണം ഈ പറഞ്ഞതുപോലെ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് 7,000, 8,000, 10,000 ഒക്കെ കിട്ടുന്നത്. അത് നിങ്ങൾ അതിന് ക്വാളിഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സാലറി തന്നിട്ട്. പക്ഷെ ആ സാലറി ഗവൺമെന്റ് സാലറി ക്രെഡിറ്റ് ആവുന്ന ടീച്ചർ അവിടെ സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. അത് അവര് വാങ്ങി പോക്കറ്റിൽ ഇടുന്നുണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. ലൈക്ക് എന്താ പറയാ, ഞാൻ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആൾമാറാട്ടം നടത്തുക, അത്രേ ഉള്ളൂ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും നമ്മൾ അവിടെ ഒരു ടീച്ചറുടെ മോന്റെ കല്യാണമായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ വീണിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ അസുഖമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. ആ സമയത്തും സാലറി ഇവര് ലീവിലാണെന്ന് ഇത് പറയാൻ പാടില്ല കേട്ടോ പബ്ലിക്കില്. പക്ഷെ ഇവര് ലീവിലാണെന്ന് ഗവൺമെന്റിൽ അറിയില്ല. ഇവര് ഓൾറെഡി വർക്കിംഗ് ആണ്. കാരണം ആരും ചെക്കിങ്ങിനൊന്നും സ്കൂളിലേക്ക് വരുന്നില്ല. ആ സാലറി ക്രെഡിറ്റ് ആവുന്നത് ഇവരുടെ അക്കൗണ്ടിൽ തന്നെയാണ്. പക്ഷെ അതിന് ഡമ്മി ആയിട്ട് ഒരാൾ ഒരു 5-6 മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ 15 ദിവസത്തേക്കോ കുറച്ച് നാളത്തേക്ക് പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഫാമിലിയിലുള്ള അങ്കിളുടെ ആന്റിന്റെ ഒക്കെ കെയർ ഓഫിൽ അവിടെ കുറച്ച് നാളത്തേക്ക് ഇവര് ലീവിൽ പോകുമ്പോൾ കയറും. ചില സ്കൂളിൽ നമുക്ക് അധികം സാലറി കൊടുക്കും. ചില സ്കൂളിൽ നീ പറഞ്ഞ പോലെ 7,000, 6,000 അങ്ങനെ അങ്ങനെ. ചില സ്കൂളുകൾ KG സെക്ഷൻ മാത്രം പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവൂലേ? ഗവൺമെന്റ് സ്കൂളിന്റെ കീഴിൽ തന്നെ ഈ ജമാഅത്ത് അങ്ങനെ 2 വർഷത്തെ DLED വേണം. DLED ഇല്ലാതെ അങ്ങനെ എടുക്കുന്ന സ്കൂള് ഇല്ല. എന്തായാലും DLED പാസ്സാവണം, കേഡറ്റ് വേണം, അതല്ല പിന്നെ PSC എഴുതിയിട്ട് അങ്ങനെ ആ ഒരു ഇതിലൊക്കെയാണ് റൂൾസ്. ഇതായിട്ട് നമ്മൾ മറികടന്നിട്ടേ നമുക്ക് കിട്ടിച്ച ജോലിയിൽ ആ സാലറി ഗവൺമെന്റ് സാലറി വാങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ ഇപ്പൊ 7,000 ആണ് നമ്മളോട് പറയുന്നതെങ്കിൽ എന്താ ഓക്കെ ആണോ അത്?
രാവിലെ മുതൽ കെ വൈകുന്നേരം ജിയിലൊക്കെ അല്ലടാ. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുറച്ച് പ്രൊഫഷണൽ പീരീഡോ അല്ലെങ്കിൽ കുറച്ച് ഇതാവുമ്പോഴേ അവരെന്നെ ഒന്ന് സാലറി അപ്ഡേറ്റ് ചെയ്ത് തരൂ. സ്റ്റാർട്ടിങ് സാലറി അല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഗവൺമെന്റിലേക്ക് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എക്സാം എഴുതാൻ പാസ്സാകാൻ ട്രൈ ചെയ്യാം. ഗവൺമെന്റ് ഒന്നും വേണ്ട. ഞാൻ പൊതുവെ ചോദിച്ചത്, ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സാലറി നല്ലതാണ് കേട്ടോ. 7,000 ഗവൺമെന്റ് വേണമെന്ന് വാശി പിടിച്ചിട്ട് ആ ഒരു ജോലി നേടിയ ഒരാളാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നല്ലതാണ്. കാരണം നാളെ പിറ്റേന്ന് കുറച്ചുകൂടി വയസ്സൊക്കെ ആവുമ്പോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ സ്ഥിരമായിട്ട് ജോലി കയറി കഴിഞ്ഞാല് പെട്ടെന്ന് റിട്ടയർഡ് ആയി പെൻഷൻ വാങ്ങിയിട്ട് വീട്ടിലിരിക്കാലോ. അതായത് നമ്മുടെ ഇവിടെ ഉള്ള ഗവൺമെന്റ് സ്കൂള് KGക്ക് സാലറി കൊടുക്കുന്നത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് സാലറി ഉണ്ടാവും. പറയുന്നത്. അപ്പൊ എത്രയാ സുഫേജ സാലറി? സാലറി എത്രയാന്നറിയില്ല. ഞാൻ ചോദിച്ച അവരോട്, നിങ്ങളെ ഗവൺമെന്റ് ആണോ സാലറി വരുന്നത്? പിന്നെ എടുക്കും, പുറത്തുനിന്ന് സ്റ്റാഫിനെ എടുക്കും. മാനേജ്മെന്റ് സാലറി ആയിരിക്കും. വലിയ സാലറി പ്രതീക്ഷിക്കണ്ട, എങ്കിലും മാന്യമായ salary. ഞാൻ പറഞ്ഞു 6-7 ആ ഒരു റേഞ്ചാണ് പറയുന്നത് KGക്ക്. ഓക്കെ. പിന്നെ കൂടും മാനേജ്മെന്റ് സാലറി ആവുമ്പോ അതേ ഉണ്ടാവും. ഗവൺമെന്റ് സാലറി ആവുമ്പോ അതിന്റേതായ ഇത് ഉണ്ടാവും. പിന്നെ 2ാം ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് മന്ത്ലി എന്റെ അടുത്തുള്ള ഒരാൾ വാങ്ങുന്നത് 88,000 എങ്ങാനാണ് ഒരു മാസം സാലറി വാങ്ങുന്നത്. അവര് പിന്നെ സോഷ്യലാണ് എടുക്കുന്നത്. പിന്നെ 2nd സ്റ്റാൻഡേർഡ് 3rd 4th അങ്ങനെ. അപ്പൊ ആ ഒരു ചെറിയ ക്ലാസ്സിൽ എടുത്താലും സാലറി നല്ല സാലറി ഉണ്ട്. ആ ഒരു കാര്യം ഈ MTTC കഴിഞ്ഞ അബ്രോഡാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ മിസ്സേ, നമുക്കിപ്പോ അബ്രോഡാണ് വർക്ക് ചെയ്യണ്ടെങ്കിൽ നമ്മൾ ഏത് സ്കൂൾ സെലക്ട് ചെയ്യുന്നത് നല്ലത്? ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വേണ്ടേ നമുക്ക്? എക്സ്പീരിയൻസ് എല്ലാ സ്കൂളും ചോദിക്കണമെന്നില്ലടാ. നമ്മളിപ്പോ പഠിപ്പിച്ച നമ്മളെ കഴിഞ്ഞ ബാച്ചിൽ എത്ര കുട്ടികൾ എക്സാം എഴുതിയ കുട്ടികൾ സ്കൂളിൽ ജോയിൻ ചെയ്തു അബ്രോഡ് ഉള്ളത്? ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ നിങ്ങൾ ചോദിക്കുന്ന പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അബ്രോഡ് പിന്നെ ജർമ്മനിയിലെ സ്കൂളൊക്കെ നല്ല സ്കൂളാണ്, അടിപൊളി സ്കൂളാണ്. സുഫേജാക്കൊക്കെ അറിയായിരിക്കും. അടിപൊളി സ്കൂളാണ്. അതുപോലെ സാലറി ഉണ്ട്, ഫീ ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഡ്രാഫോഡിൽസ് അങ്ങനെ കുറെ സ്കൂളുണ്ട്. കുറച്ചുകൂടി നല്ല സാലറി കിട്ടുന്ന സ്കൂൾ നോക്കിയിട്ട് കൊടുത്താൽ മതി. ഈ കുറഞ്ഞ ഇന്ത്യൻ സ്കൂളിലും അധ്യാപകർക്ക് നല്ല സാലറി ഉണ്ട്. നല്ലതെന്ന് ഗൾഫിൽ എന്തായാലും അവിടുത്തെ സാലറി നമ്മൾ നോക്കണ്ട. 3,000 എബോ ആണ് സാലറി കിട്ടുന്നത്. 3,000. നമ്മളിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് അബ്രോഡ് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് വെച്ചോ. അപ്പൊ നാട്ടിലിപ്പോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏത് സ്കൂൾ സെലക്ട് ചെയ്യുന്നത് നല്ലത്? നമുക്ക് അത് പ്രൈവറ്റ് സ്കൂൾ തന്നെയാണ്. പ്രൈവറ്റ് സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ ആയാലും കുഴപ്പമൊന്നുമില്ല. അവർ അത്യാവശ്യം നോക്കും, ഒരു എക്സ്പീരിയൻസ് നോക്കും. പിന്നെ നമ്മളുടെ ആ ഒരു കറന്റ്ലി നമ്മളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. അത് അടിപൊളിയാണെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ എക്സ്പീരിയൻസിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കൊന്നും ചെയ്യില്ല. നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് ഓക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ അവര് മെയിൻ നോക്കുന്നത് നമ്മുടെ പെർഫോമൻസും ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ്. പിന്നെ കുട്ടികളായിട്ട് പിന്നെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കും. ഇപ്പൊ നിങ്ങളൊരു KGയിലാണെങ്കിൽ KGയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സിലെ സെക്ഷൻ ആണെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളെ മുമ്പ് തന്നെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ പോയിട്ട് ട്രൈ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും അവര്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ കുട്ടികളായിട്ട് നല്ല രീതിയിൽ നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ചിട്ട് ആ പേടിയൊക്കെ കാണാൻ ഉണ്ടെങ്കിൽ തീർന്നു കംപ്ലീറ്റ്. ചിരിച്ചിട്ടൊന്ന് അവരുടെ മുമ്പിൽ നിന്ന് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ആ ടീച്ചിങ് സ്കില്ലുണ്ട്, ബാക്കിയൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ മാജിക്ക് എപ്പോഴും ഇന്റർവ്യൂവിന്റെ ഡൗട്ട് ആണല്ലേ? നമ്മുടെ ക്ലാസ്സിന്റെ ടൈം എന്തോ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? പഠിച്ചതിനിപ്പോ പഠിച്ചതിന് എന്തായാലും ജോലി നിർബന്ധമല്ലോ. ടെക്സ്റ്റ് ബുക്കിനേക്കാൾ കൂടുതൽ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് വളരെ സത്യമായ കാര്യമാണ് കേട്ടോ. അല്ല, മെസ്സേജ് മിസ്സിന് കിട്ടൂല, ഇങ്ങനെല്ലാം കിട്ടൂലോ. ഞാൻ കാണാറുണ്ട്, മെസ്സേജ് അയച്ചിട്ട് ചിലപ്പോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും, ചിലപ്പോ കോൾ ചെയ്തതിന്റെ. അത് പലപ്പോഴും 1 മാസമൊക്കെ കഴിഞ്ഞാലാണ് കാണാറ്. വർക്കൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് അയച്ചു തരണേ. ഞാൻ അയച്ച നോട്ട് എഴുതിയിട്ട് അയക്കണം. പിന്നെ ഞാൻ അന്ന് തന്ന ആക്ടിവിറ്റി അയക്കാൻ കുറെ ആൾക്കാർ ബാക്കിയുണ്ട്. ഞാൻ എത്ര നാളായി വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കൂ. മക്കളുടെ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് വർക്കൊക്കെ പെട്ടെന്ന് തീർക്കുക.
പിന്നെ നമ്മളിപ്പോ പറഞ്ഞതുപോലെ വർക്ക് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ കുട്ടീനെ ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങുന്നത്, നമ്മളിപ്പോ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല കുട്ടീന്റെ അറിവ് എന്ന് പറഞ്ഞതുപോലെ ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സ്കൂളിലെ അറിവ് ക്ലാസ്സിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതിന് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഒരു 3-4 ചാപ്റ്റർ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടീനെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കുക, അല്ലെ? പരിസര പഠനത്തിനൊക്കെ നമ്മളൊക്കെ പണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും ഇല്ലെങ്കിലും ഒരു ഡിഫറെന്റ് കൈൻഡ്സ് ലീവ്സ് ഒക്കെ കാണിച്ചു തരും നമുക്ക്. ആ ലീഫൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് പിന്നെ എന്താ പറയാ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, നമ്മളോട് പറയും പലതരത്തിലുള്ള ഈ പെബിൾസ് ഒക്കെ ഇല്ല, കല്ലുകളൊക്കെ, അതൊക്കെ ശേഖരിച്ചിട്ട് പിന്നെ അതിന്റെ ഷേപ്പ് ഒക്കെ നോക്കിക്കോന്ന് പറയും. നമ്മള് പണ്ട് അതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇങ്ങനെ എനിക്ക് വേറെ ഒരു കല്ല് കിട്ടിയത് ഇത് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുമായിരുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ. പക്ഷെ അതൊക്കെ ചെയ്തിരുന്നത് നമുക്കുള്ള ആ ഒരു ശേഷി, ചിന്താശേഷി, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു നമ്മൾ അതുകൊണ്ട് ചിന്തിക്കാനുള്ള ആ ഒരു ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് അതൊന്നും മനസ്സിലായല്ലോ, പക്ഷെ അതിന്റെ പ്രയോജനം പിന്നീട് ഫ്യൂച്ചറിൽ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെ? അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒരു 3-4 ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റലൈസ് ആണ് കൂടുതൽ, അല്ലെ? നമ്മളിപ്പോ ടിവിയിൽ ഓരോ ഇത് വെച്ച് കൊടുക്കും. 3-4 ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടി 2 ചാപ്റ്റർ കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ടിവിയിൽ കാണിച്ചു കൊടുക്കും. വിഷ്വലൈസ് ചെയ്തിട്ട് കുട്ടി പഠിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്യണുണ്ട് ക്ലാസ് റൂമിൽ വെച്ചിട്ട് തന്നെ, പുറത്തു പോവാൻ സൗകര്യം ഇല്ലെങ്കിൽ അതും കൂടി ശ്രദ്ധിക്കാം. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഭാഷാ പഠന സമീപനമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഭാഷാ പഠനം നമ്മൾ ഓൾറെഡി ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ലാംഗ്വേജ് സ്കിൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡാഷ്. എത്രയായിട്ടാണ് തരംതിരിച്ചത്? എല്ലാവരും മ്യൂട്ടാണ്, കണ്ടില്ലേ? ഹിയറിംഗ് സ്കില്ല് പറഞ്ഞോളൂ. ക്യാമറ ഓൺ ആക്കാത്തവരാണ് ഇവിടെ സ്റ്റാർ, കണ്ടില്ലേ? പറയൂ സെമിയ. സെമിയ നല്ല കുട്ടിയാണ് കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. സെമിയ വർക്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് അയച്ചു തരുന്ന ഒരാളാണ് സെമിയ. ഭയങ്കര സന്തോഷം. പല്ലെടുത്തൊക്കെയാണ്, അതാണ് ക്യാമറ ഓൺ ചെയ്യാത്ത. ആടാ വേണ്ട, എല്ലാരും പറഞ്ഞത് കേട്ടില്ലേ? സെമിയ വർക്ക് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. ഞാൻ സെമിയാന്റെ ഇതിന് സ്റ്റാർ ഇന്നലെ വരെ സ്റ്റാർ നോട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. സെമിയ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. ഇത്രയൊന്ന് എല്ലാം നമ്മള് അംഗീകരിക്കേണ്ടത് അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്നറിയോ, എനിക്ക് വർക്ക് അയച്ചു തരൂ, എന്നിട്ട് ഞാനത് നോക്കിനൊന്ന് കൺഫേം ചെയ്യാറുണ്ട് ആള്. പിന്നെ ഈ സെമിയന്നല്ലേ? ആ സെമിയ ക്യാമറ ഓഫ് ചെയ്തോണ്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലാവാത്തെ. അതെ, കറക്റ്റ് ആയിട്ട് അയച്ചു തരാറുണ്ട്. അത് മാത്രല്ല, കറക്റ്റ് ആയിട്ട് അയച്ചു തരാൻ ഇത്ര ഡിലേ ആവാതല്ല, പെർഫെക്ഷൻ ആണ് മെയിൻ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട്. മിസറി ബേഗ് നമ്മൾ അഫ്സ അയച്ചിട്ടുണ്ട്, ഹബീബ് അയച്ചിട്ടുണ്ട്. ഹബീബാന്റെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരുടെ ചെയ്തവരുടെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർ ചോദിച്ചു തരാൻ നിങ്ങളുടെ മോഡലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹബീബാന്റെ മോഡലൊക്കെ അയച്ചു കൊടുത്തിട്ട് വേറെ ബാച്ചിലെ കുട്ടികളൊക്കെ വാവ് എന്നൊക്കെ ആക്കിയിട്ട്. ഹബീബ സന്തോഷായില്ലേ? കേൾക്കുന്നുണ്ടാവോ? താങ്ക് യു, കേൾക്കുന്നുണ്ട്. മോഡലൊക്കെ ഞാൻ നിങ്ങളുടെ ഇത് നമ്മളുടെ പിന്നെ എന്താ പറയാ, നിങ്ങളോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ വർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ അഫ്സ അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഫ്സയാണ് ഏറ്റവും ആദ്യം ചെയ്തതെന്ന്. അഫ്സ ഫസ്റ്റ് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ അഫ്സ എന്നോട് ചോദിക്കും, മിസ്സേ എല്ലാവരും അയച്ചോ, ആരെങ്കിലും അയച്ചോ? അഫ്സക്ക് ഭയങ്കര ടെൻഷനാണ്. അഫ്സ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ, ഞാനാണോ ഫസ്റ്റ് അയച്ചത് മിസ്സേ എന്നൊക്കെ ചോദിക്കും. അഫ്സ തന്നെയാണ് ഫസ്റ്റ് അയച്ചത് കേട്ടോ. വർക്ക് കിട്ടിയാൽ എല്ലാവർക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ചെയ്തോ ചെയ്തോ അതിന്റെ എന്താ ആദ്യം ചെയ്ത് അയച്ചോ? അതാണ് റെസ്പോൺസിബിലിറ്റി വേണ്ടേ, ഉത്തരവാദിത്ത ബോധം വേണം. കണ്ടുപഠിക്ക്. സെമിയ ഉത്തരം പറഞ്ഞോളൂ. 4. ഓക്കെ, വെരി ഗുഡ്. ഇതാരോ ടെക്സ്റ്റ് മറിച്ച് നോക്കിയിട്ടുണ്ടോ സമയം കൊണ്ട്? അതല്ല ടെക്സ്റ്റ് മറിച്ചല്ല, പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയത്. 4 ഏതൊക്കെയാണ് സെമിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട്? ഹിയറിംഗ് സ്കില്ല്, റീഡിംഗ്, റൈറ്റിംഗ്. ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ പ്രാക്ടിക്കൽ എക്സാമിന് വൈവക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചാപ്റ്റർ കുറച്ചുകൂടി ഉണ്ട്.
ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായി. പക്ഷെ ഇപ്പോഴും എടുക്കുന്ന ചാപ്റ്റർ നമ്മളുടെ 3rd ചാപ്റ്റർ ഇത്തിരി വലിയ ഒരുപാട് ഉണ്ടല്ലേ പഠിക്കാന്. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലല്ലേ? കഴിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അല്ലെ എന്നെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണോ? എനിക്ക് എന്താണെന്ന് അറിയില്ല, മഴയായതിൽ പിന്നെ തീരെ വിശപ്പില്ല. എല്ലാവർക്കും തല തിരിച്ചിട്ടുണ്ടായ, കാരണം മഴക്കാലമായാലും വിശപ്പ് കൂടുക. കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ വിശപ്പൊക്കെ കുറവാണ്. പിന്നെ ഇപ്പൊ ഞാൻ തന്ന നോട്ട് മോണ്ടിസോറിൻ്റെത് അത് പഠിക്കാം. അതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട പിന്നെ പ്രീ പ്രൈമറിന്റെ എക്സ്ട്രാ വർക്ക് തന്നതും കൂടി ഉണ്ട്. വാൾ ഫ്രേസസ് ഒക്കെ ഉണ്ട്. വാൾ ഫ്രേസസ് നിങ്ങൾ ചെയ്തത് ന്യൂട്രീഷൻ ചാർട്ട് എന്ന് പറഞ്ഞ് ചെയ്തത് വാൾ ഫ്രേസ് ആണ് കേട്ടോ. പിന്നെ അതിന്റെ പേരങ്ങനെയാ വരുന്നത്. വർക്ക് ഞാൻ ഷാനൊക്കെ അയച്ചു കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടിയതെന്ന് തോന്നുന്നു. വൈറ്റമിൻ ചാർട്ടാ? വൈറ്റമിൻ ചാർട്ട് അല്ല, വാൾ ഫ്രേസ്. അതായത് നിങ്ങൾ അത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഈ ഡോറിന്റെ പിറകിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു പിക്ചർ, അതാണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാൾ ഫ്രേസ് എന്ന് പറയുമ്പോ. പിന്നെ നമ്മൾ ഈ പിന്നെ ചുവരിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ മാജിക് വേർഡ്സ് ചെയ്ത പാർട്സ് ഓഫ് ദ ബോഡി അതായിരിക്കൂലേ വരിക വാൾ ട്രേസറില്? ആ വാൾ ഫ്രേസസ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് മാറ്റി നിർത്തി ലൈഫിലോട്ട് വന്നതിനാല് നിങ്ങൾ കുറെ ഫോട്ടോസ് ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെ തൂക്കിയിടാറില്ലേ ചുവരില് വാളില്, അത് ഈ വാൾ ഫ്രേസ് ആണ് ആക്ച്വലി. അതിനെയാണ് നമ്മൾ വൈറ്റമിന്റെ വാൾ ഫ്രേസ് ചെയ്തത്. അത് ലെറ്റേഴ്സ്, പിന്നെ നമ്പേഴ്സ്, മാത്സിന്റെ ചെയ്യാറുണ്ട്, പിന്നെ വെജിറ്റബിൾസിന്റെ, ഫ്രൂട്ട്സിൻ്റെത്, അങ്ങനെ എല്ലാം ചെയ്യാം. എന്ത് വേണമെങ്കിലും, വെഹിക്കിൾസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ വൈറ്റമിൻസിന്റെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതും കൂടി അറിഞ്ഞോട്ടെ കരുതിയിട്ടാണ് അതിനെ ഞാൻ തന്നത്. കഴിഞ്ഞ വയസ്സിലെ കുട്ടികൾ ലെറ്റേഴ്സിന്റെ ആൽഫബറ്റ്സിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, മലയാളം, ഇംഗ്ലീഷ്, അതൊക്കെ. പിന്നെ മാത്സിന്റെ കൗണ്ടിങ് നമ്പേഴ്സ് ഇങ്ങനെ 1 2 3ന്റെ വാൾ ഫ്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാം കൂടി ചെയ്യേണ്ട കരുതിയിട്ടാണ് എല്ലാം ഞാൻ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയച്ചു കൊടുത്തത്. എന്താ പാർട്സ് ഓഫ് ദ ബോഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാൾ ട്രേസസിൽ പെടുമായിരിക്കും. ഒരു കുട്ടിയും പാർട്സ് ഓഫ് ദ ബോഡി വാൾ ഫ്രീസിൽ പെടില്ലടാ. ഇത് ഫ്രീസ് എന്ന് പറഞ്ഞാൽ തൂങ്ങി ഒരു പീസ് ആയിട്ട് വരുന്നതല്ല, അത് നമ്മൾ പിക്ചർ ചെയ്ത് ചാർട്ടിലല്ല ചെയ്തിട്ടുള്ളത്. പാർട്സ് ഓഫ് ദ ബോഡി ഒറ്റൊരു ചാർട്ട് തന്നെ ചെറിയ ഇതായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടീനെ അടുക്ക വരച്ചിട്ട് സൈഡിൽ ബോഡി പാർട്സ്, അത് ചാർട്ട് ഒരു ചാർട്ടിലല്ലേ ചെയ്തത്. ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്യുന്ന ടൈപ്പ് പിക്ചർ ആയിട്ടല്ലല്ലോ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് ഇതിൽ പെടില്ല. വാൾ ഫ്രീസ് ഒന്നാണ് കൊടുത്തത് ന്യൂട്രീഷൻ്റെത്. പിന്നെ ബോഡി പാർട്സിന്റെ ഒരു ചാർട്ടാണ് നിങ്ങൾ ചെയ്തത്. പിന്നെ ഓൾ അബൌട്ട് മീ, പിന്നെ ലൈഫ് സൈക്കിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വർക്കും ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ മറ്റ് കോമൺ ആയിട്ടുള്ള ഇതിൽ വരുന്നതാണ്. മോണ്ടിസോറിൻ്റെത് വേറെ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും പിന്നെ ഇത് നിങ്ങൾ എയിംസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് ഷോർട്ടായിട്ട് തന്നിട്ടുണ്ട് മാജി. അപ്പൊ മാജി അന്ന് പ്രത്യേകം ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത്രയും ഷോർട്ട് ആക്കിയിട്ട്. അപ്പൊ പിന്നെ ഫ്ലാഷ് കാർഡ് പറയുകയാണെങ്കിൽ ഏറ്റവും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യം ഫ്ലാഷ് കാർഡ്. എങ്ങനെ പറയും? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈപ്പ് പരീക്ഷിച്ചൂടെ? ടു അണ്ടർസ്റ്റാൻഡ് ദ ലെറ്റേഴ്സ് അല്ലെ, അല്ലെങ്കിൽ ലെറ്റർ സൗണ്ട്. അതിന്റെ സൗണ്ട് നമുക്ക് അത് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ ലെറ്റർ ഷേപ്പ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ലെറ്റർ ഷേപ്സ് ആൻഡ് സൗണ്ട്. പിന്നെ ടു അട്രാക്ട് ദ ചൈൽഡ്. അപ്പൊ ഈ എല്ലാം ഇതുപോലെ ചേർത്ത് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ സ്റ്റോറി കാർഡ് ഒക്കെ പറയുമ്പോ, സ്റ്റോറി ഇലിസ്ട്രേഷൻ ബുക്ക്, അതൊക്കെ പറയുമ്പോ എങ്ങനെ പറയും? ടു ഐഡന്റിഫൈ ദ സ്റ്റോറി ക്യാരക്ടർ ത്രൂ ദി സ്റ്റോറി കാർഡ്. പിന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നില്ലത്, അതാണ് മെയിൻ ആയിട്ടല്ലേ നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന, അട്രാക്ട് ചെയ്യാൻ. അപ്പൊ അത് എല്ലാത്തിനും പറഞ്ഞാൽ മതി. അതൊരു ടൈപ്പായിട്ട് പറയാം. അപ്പൊ ഓക്കെ, എന്റെ സൗണ്ട് ഒക്കെ പോയി. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു മിസ്. ഓക്കെ, വെൽക്കം.